Hi all, welcome back to Agora and Open Space to Study. K2വിൻ്റെ S6-ലെ ഡിസാനോ കോൺഗ്രസ് സ്ട്രക്ചേഴ്സ് 2വിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 4ൻ്റെ ടോപ്പിക്സ് ആണ്. ഇന്നത്തെ മൊഡ്യൂൾ 4ൻ്റെ ഫസ്റ്റത്തെ ക്ലാസ് ആണ് ഇന്നത്തേത്. അപ്പോൾ മൊഡ്യൂൾ 4ൽ മെയിനായിട്ടുള്ള സ്ലാബിൻ്റെയും അതുപോലെ തന്നെ ഡോമിൻ്റെ ഡിസൈനുമാണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്കുലർ സ്ലാബിനെ കുറിച്ചാണ്. ആദ്യം മൊഡ്യൂൾ 4ൽ വരുന്ന സിലബസ് ഒന്ന് പരിചയപ്പെട്ടു. ഇതിൽ വരുന്ന ടോപ്പിക്സ് ആണ് സർക്കുലർ സ്ലാബ്സ്, stresses, reinforcements, simply supported, fixed and partially fixed subjected to UDL, design and detailing of spherical and conical dome. ഇത്രയും ടോപ്പിക്സ് ആണ് ഫോർത്ത് മൊഡ്യൂളിലുള്ളത്. അതായത് രണ്ട് പാർട്ടുണ്ട്. ആദ്യത്തേതിൽ സർക്കുലർ സ്ലാബിൻ്റെ ഡിസൈനും പിന്നെ വരുന്നത് ഡോമിൻ്റെ ഡിസൈനുമാണ്. അപ്പോൾ ആദ്യം തന്നെ സർക്കുലർ സ്ലാബിൻ്റെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. സോ എന്താണ് സർക്കുലർ സ്ലാബ് എന്ന് നോക്കാം. അതിന് മെയിനായിട്ടും സർക്കുലർ സ്ലാബ് പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് സർക്കുലർ ഷേപ്പിൽ കൊടുക്കുന്ന സ്ലാബിനെയാണ് സർക്കുലർ സ്ലാബ് എന്ന് പറയുന്നത്. ഇനി ഈ സർക്കുലർ സ്ലാബ് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് ആദ്യത്തേതെന്ന് പറയുന്നത് ദ റൂഫ് ഓഫ് എ റൂം ഓർ ഹാൾ ഇൻ സർക്കുലർ ഇൻ പ്ലാൻ. അതായത് ഒരു റൂമിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഹാളിൻ്റെയോ റൂഫിൽ സർക്കുലർ സ്ലാബ് പ്രൊവൈഡ് ചെയ്യും. അവിടുത്തെ ആ ഒരു റൂം എന്ന് പറയുന്നത് സർക്കുലർ ഷേപ്പിലാണെങ്കിൽ അതിൻ്റെ റൂഫായിട്ട് സർക്കുലർ സ്ലാബ് ആയിരിക്കും കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലോർ ഓഫ് എ സർക്കുലർ വാട്ടർ ടാങ്ക് ഓർ ടവേഴ്സ്, സർക്കുലർ വാട്ടർ ടാങ്കിൻ്റെയോ അല്ലെങ്കിൽ ടവറിൻ്റെയോ ഒക്കെ ഫ്ലോർ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസ് ആയിട്ടും സർക്കുലർ സ്ലാബ് യൂസ് ചെയ്യാറുണ്ട്. ദ റൂഫ് ഓഫ് പമ്പ് ഹൗസ് കൺസ്ട്രക്റ്റഡ് എബോവ് ദ ട്യൂബ് വെൽസ്, അതായത് കുഴൽക്കിണറുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ ടോപ്പിലെ ഒരു കവറായിട്ടും സർക്കുലർ സ്ലാബാണ് പ്രൊവൈഡ് ചെയ്യാറ്. ദെൻ റൂഫ് ഓഫ് എ ട്രാഫിക് കൺട്രോൾ പോസ്റ്റ് അറ്റ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് റോഡുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ വരുന്ന ട്രാഫിക് കൺട്രോൾ പോസ്റ്റിൻ്റെ മുകളിലായിട്ട് കൊടുക്കുന്ന ആ ഒരു കവറും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റൂഫും സർക്കുലർ സ്ലാബായിട്ടാണ് കൊടുക്കുന്നത്. അപ്പം സ്ലാബ് കൊടുക്കുന്നത് ഇൻ സർക്കുലർ രീതിയിലാണെങ്കിൽ അതിനാണ് സർക്കുലർ സ്ലാബ് എന്ന് പറയുന്നത്. സർക്കുലർ സ്ലാബിന് ഒരു ഇമേജാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതാണ് ഒരു സർക്കുലർ രീതിയിൽ കൊടുത്തിട്ടുള്ള ഒരു സ്ലാബ്. അതിന് മെയിനായിട്ടും വരുന്നത് അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ആ ഒരു സർക്കുലർ സ്ലാബിന് ഒരു പർട്ടിക്കുലർ ഡയമീറ്ററും അതിൻ്റെ ഒരു പർട്ടിക്കുലർ തിക്നെസ് അഥവാ ഡെപ്തും ആയിരിക്കും സർക്കുലർ സ്ലാബിൻ്റെ ഡയമെൻഷനായിട്ട് വരുന്നത്. ഇത് സർക്കുലർ സ്ലാബിൻ്റെ ഒരു ഇമേജാണ് കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഇമേജ് എന്ന് പറയുന്ന ഒരു വാട്ടർ ടാങ്ക് ആണ്. ഈ വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ഒരു സർക്കുലർ രീതിയിലുള്ള ഒരു സ്ലാബാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ബോട്ടത്തിലെ ബേസ് ആയിട്ടും സർക്കുലർ സ്ലാബ് കൊടുക്കാറുണ്ട്. ഇതൊരു ട്യൂബ് വെല്ലിൻ്റെ കവറാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ സ്ലാബ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് സർക്കുലർ രീതിയിൽ തന്നെയാണ്. സോ ഇതൊരു സർക്കുലർ സ്ലാബിന് എക്സാമ്പിളാണ്. അടുത്തത് സർക്കുലർ സ്ലാബിൻ്റെ ബെൻഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് സർക്കുലർ സ്ലാബിൽ രണ്ട് ഡയറക്ഷനിലും, ഒരു റേഡിയൽ ഡയറക്ഷനിലും ഒരു സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലും സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു സർക്കുലർ സ്ലാബെങ്കിൽ ഇതാണ് റേഡിയൽ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഡയറക്ഷനെയാണ് റേഡിയൽ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ദിസ് ഈസ് ദ സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ. സോ ഈ രണ്ട് ഡയറക്ഷനിലും ഇവിടെ സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ബെൻഡിങ് ഉണ്ടാവുന്നത് രണ്ട് ഡയറക്ഷനിലും, അതായത് ഈ ഒരു റേഡിയൽ ഡയറക്ഷനിലും അതുപോലെ തന്നെ ഈ വരുന്ന രണ്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലും ഇതിന് ബെൻഡിങ് വരുന്നുണ്ട്. ഇനി when a circular slab of simply supported edges with UDL, ഒരു സർക്കുലർ സ്ലാബിൻ്റെ എഡ്ജ്, അതായത് ഈ പറയുന്ന സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എഡ്ജ് എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ആണ് എങ്കിൽ അതിൻ്റെ അകത്ത് ഒരു UDL ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സർക്കുലർ സ്ലാബ് ബെൻഡ് ചെയ്യുന്നത് ഒരു സോസർ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ രീതിയിലായിരിക്കും ബെൻഡ് ചെയ്യുന്നത്. അതായത് സോ ഇതാണ് ഒരു സോസറിൻ്റെ ഇമേജാണ് ഈ കാണിച്ചിട്ടുള്ളത്. സോ ഈ രണ്ട് ഡയറക്ഷനിലും ഇതൊരു സർക്കുലർ സ്ലാബ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് മൂലം അല്ലെങ്കിൽ അവിടെ വരുന്ന റേഡിയൽ മൊമെൻറ്റും അതുപോലെ തന്നെ സർക്കംഫറൻഷ്യൽ മൊമെൻറ്റ് കാരണം ഇവിടെ ബെൻഡിങ് ഉണ്ടാവുന്നത് ഈ ഒരു സോസർ എങ്ങനെയാണോ ഇരിക്കുന്നത് ഈ രീതിയിൽ ഇങ്ങനെ മുകളിലോട്ടായിരിക്കും ഇവിടെ ബെൻഡിങ് ഉണ്ടാവുന്നത്. സോ അങ്ങനെ രണ്ട് ഡയറക്ഷനിലും ബെൻഡിങ് ഉണ്ടാവുന്നത് കൊണ്ട് അവിടെ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടത് റേഡിയൽ ഡയറക്ഷനിലും സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലും റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും. സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഒരു റിങ് രീതിയിൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും. അതുപോലെ തന്നെ റേഡിയൽ ആയിട്ട് ഇങ്ങനെ ഡയറക്ഷനിലായിരിക്കും റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. സോ ഇങ്ങനെ ഒരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷനിലോട്ട് വരുംതോറും ഈ രണ്ട് റീഇൻഫോഴ്സ്മെന്റും കൂടി കൂടുമ്പോൾ ഇവിടെ ഒരു കൺജഷൻ ഫീൽ ചെയ്യും. അതായത് ഒരുപാട് റീഇൻഫോഴ്സ്മെന്റ് ഇങ്ങനെ കൂട്ടിക്കൊടുക്കുന്ന ഒരു രീതിയിലായിരിക്കും ഈ ഒരു സെൻറ്റർ പോർഷനിലോട്ട് വരുമ്പോൾ വരുന്നത്. സോ അങ്ങനെ കൊടുക്കാൻ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ
the reinforcement is provided in the form of mesh of bar. So the circular slabന്റെ കേസിൽ അവിടെ വരുന്ന ബെൻഡിങ്ങിനെ റെസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റിന് കറസ്പോണ്ട് വരുന്ന മെയിൻ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ഡയറക്ഷനിലും കൊടുക്കുന്നുണ്ട്. അതൊരു മെഷ് രീതിയിലായിരിക്കും കൊടുക്കുന്നത്. അതായത് റേഡിയൽ മൊമെന്റും സർക്കംഫറൻഷ്യൽ മൊമെന്റും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിൽ ഏതാണോ മാക്സിമം മൊമെന്റ് വരുന്നത് ആ മൊമെന്റിന് കറസ്പോണ്ട് വരുന്ന ഏരിയ നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് അവിടെ വരുന്ന സ്പേസിങ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും. അതൊരു മെഷിന്റെ രീതിയിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതാണ് ഒരു സർക്കുലർ സ്ലാബിന്റെ റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിലിംഗ് കാണിച്ചിട്ടുള്ളത്. ഇത് സർക്കുലർ സ്ലാബിന്റെ ടോപ്പ് വ്യൂ ആണ്. സോ ഇതാണ് മെഷ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അതായത് റേഡിയൽ മൊമെന്റിനും സർക്കംഫറൻഷ്യൽ മൊമെന്റിനും അറ്റ് ദ സെന്ററിൽ വരുന്ന മൊമെന്റിന് കറസ്പോണ്ടിങ് വരുന്ന റീഇൻഫോഴ്സ്മെന്റ്, അതായത് രണ്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലും റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നുണ്ട്. അതൊരു മെഷ് രീതിയിലായിരിക്കും കൊടുക്കുന്നത്. അതായത് ഈക്വൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലായിരിക്കും ഈ ഒരു മെഷ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ തന്നെ ഒരു സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഒരു ഇമേജ് ആണ് കാണിച്ചിട്ടുള്ളത്. ഇതാണ് സർക്കുലർ സ്ലാബ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഡയറക്ഷനിലും അതുപോലെ തന്നെ ഈ ഡയറക്ഷനിലും റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അത് ഈക്വൽ സ്പേസിങ്ങിൽ ആയിരിക്കും രണ്ട് ഡയറക്ഷനിലും കൊടുത്തിട്ടുള്ളത്. ഒരു മെഷ് രീതിയിലായിരിക്കും കൊടുക്കുന്നത്. സോ ഇതിനെയാണ് മെഷ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ ഒരു എഡ്ജിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു സർക്കിൾ രീതിയിൽ തന്നെ ഒരു റീഇൻഫോഴ്സ്മെന്റ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ ഇതിനെയാണ് സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അതായത് സെന്റർ പോർഷന് അറ്റ് ദി സെന്ററിലായിരിക്കും ഒരു സർക്കുലർ സ്ലാബിന്റെ മാക്സിമം മൊമെന്റ് വരുന്നത്. ദെൻ എഡ്ജിൽ അവിടുത്തെ മൊമെന്റ് എന്ന് പറയുന്നത് ആ ഒരു ഇങ്ങനെ ഒരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ ഇതിന്റെ എഡ്ജ് പോർഷനിൽ ഒരു സ്ലിപ്പിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് ഒരു മെഷ് രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ എഡ്ജിലോട്ട് വരുന്തോറും അവിടെ ഒരു ടെൻസൈൽ ഫോഴ്സ് വന്നിട്ട് ഈ ഒരു റീഇൻഫോഴ്സ്മെന്റ് തമ്മിൽ സ്ലിപ്പ് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. സോ ആ ഒരു സ്ലിപ്പിങ്ങിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ആങ്കറേജ് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് ആണ് ഈ പറയുന്ന സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ വരുന്ന ഈ ഒരു എഡ്ജിലുണ്ടാവുന്ന സർക്കംഫറൻഷ്യൽ മൊമെന്റിന്റെ കറസ്പോണ്ടിങ് ആണ് ഈ ഒരു സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻ സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അതുകൂടാതെ ഈ എഡ്ജിൽ നെഗറ്റീവ് മൊമെന്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ റേഡിയൽ ഡയറക്ഷനിൽ, അതായത് ഈ ഒരു ഡയറക്ഷനിലും റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു റേഡിയൽ ഡയറക്ഷനിൽ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെന്റും ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് പ്രാക്ടിക്കലി സർക്കുലർ സ്ലാബിൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. അതായത് മെയിനായിട്ടും അവിടെ ഒരു മെഷ് രീതിയിൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും. ദെൻ എഡ്ജിൽ സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും. അതായത് ഒരു റിങ് രീതിയിലാണ് സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിൽ റീഇൻഫോഴ്സ്മെന്റ് ഇട്ട് കൊടുക്കുന്നത്. കൂടാതെ എഡ്ജിൽ നെഗറ്റീവ് മൊമെന്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ റേഡിയൽ ഡയറക്ഷനിൽ, അതായത് ഇതാണ് റേഡിയൽ ഡയറക്ഷൻ, ആ ഡയറക്ഷനിലും റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിലിംഗ് ഓഫ് എ സർക്കുലർ സ്ലാബ് എന്ന് പറയുന്നത്. അടുത്തത് മെയിനായിട്ടും ഈ ഒരു സർക്കുലർ സ്ലാബ് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ എഡ്ജ് സപ്പോർട്ട് കണ്ടീഷൻ അനുസരിച്ച് സർക്കുലർ സ്ലാബിനെ തന്നെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് സർക്കുലർ സ്ലാബ് വിത്ത് സിംപ്ലി സപ്പോർട്ടഡ് എഡ്ജസ്, സെക്കൻഡ് വൺ ഈസ് സർക്കുലർ സ്ലാബ് വിത്ത് ഫിക്സഡ് അറ്റ് എഡ്ജസ്, തേർഡ് വൺ ഈസ് സർക്കുലർ സ്ലാബ് വിത്ത് പാർഷ്യലി ഫിക്സഡ് അറ്റ് എഡ്ജസ്. സോ എഡ്ജ് എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് സർക്കുലർ സ്ലാബിന് മൂന്ന് കണ്ടീഷനാണ് ഉള്ളത്. ഒന്ന് സിംപ്ലി സപ്പോർട്ടഡ് അറ്റ് എഡ്ജസ്, രണ്ട് ഫിക്സഡ് അറ്റ് എഡ്ജസ്, മൂന്ന് പാർഷ്യലി ഫിക്സഡ് അറ്റ് എഡ്ജസ്. ഇനി ഈ മൂന്ന് രീതിയിലുമുള്ള ഒരു ഡിസൈൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യം തന്നെ ഈ മൂന്ന് രീതിയിലും വരുന്ന അവിടെ ഉണ്ടാവുന്ന മൊമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി തിയറി ഓഫ് ഇലാസ്റ്റിസിറ്റി വച്ചിട്ട് ആ ഒരു സർക്കുലർ സ്ലാബിനെ അനാലിസിസ് ചെയ്തിട്ടാണ് അവിടുത്തെ മൊമെന്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ അനാലിസിസ് ചെയ്യുന്ന പ്രൊസീജിയർ ഒന്നും ഈ ഒരു ഡിസൈൻ ടോപ്പിക്കിൽ നമുക്ക് നോക്കാനില്ല. നമുക്ക് ഫൈനലി അവിടെ വരുന്ന മൊമെന്റിന് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഇവിടെ നോക്കാനുള്ളത്. സോ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സർക്കുലർ സ്ലാബ് സിംപ്ലി സപ്പോർട്ടഡ് അറ്റ് എഡ്ജസ് ആൻഡ് ക്യാരിയിങ് UDL. സോ തിയറി ഓഫ് ഇലാസ്റ്റിറ്റി അനുസരിച്ച് ഇവിടെ മൊമെന്റിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ ഇക്വേഷൻ ആണ് ആദ്യം നോക്കുന്നത്. അതിനുവേണ്ടി W എന്ന് പറയുന്നത് UDLനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. A എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സ്ലാബ് ഇൻ മീറ്റർ. MR ഇസ് ദ റേഡിയൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് എനി പോയിന്റ് ഓഫ് റേഡിയസ് R ഫ്രം ദ സെന്റർ ഓഫ് സ്ലാബ്. MRC or MRE എന്ന് പറയുന്നത് റേഡിയൽ മൊമെന്റ് അറ്റ് സെന്റർ ആൻഡ് റേഡിയൽ മൊമെന്റ് അറ്റ് എഡ്ജ്. C ഫോർ സെന്റർ ആൻഡ് E ഫോർ എഡ്ജ്. ദെൻ M theta എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സർക്കംഫറൻഷ്യൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് എനി പോയിന്റ് ഓഫ് റേഡിയസ് R ഫ്രം ദ സെന്റർ ഓഫ് ദി സ്ലാബ് ആണ്. M theta C or M theta E എന്ന് പറയുന്നത് സർക്കംഫറൻഷ്യൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് സെന്റർ ആൻഡ് എഡ്ജ്. ദെൻ
ഇതാണ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് സർക്കുലർ സ്ലാബിൻ്റെ ഡയഗ്രം കാണിച്ചിരിക്കുന്നത്. അതായത് ഇതാണ് ആ ഒരു സ്ലാബ് എന്ന് പറയുന്നത്. അതിൻ്റെ രണ്ട് എഡ്ജിലും സിംപ്ലി സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ദെൻ ആ ഒരു സ്ലാബിൻ്റെ സെൻറ്ററിൽ നിന്ന് എ ഡിസ്റ്റൻസ് മാറിയായിരിക്കും ഇവിടുത്തെ സപ്പോർട്ട് വരുന്നത്. ദാറ്റ് ഈസ് എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദി സ്ലാബ് ആണ്. ദെൻ അവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് UDL ആണ്. സോ ഇതാണ് ലോഡഡ് സ്ലാബ് കാണിച്ചിട്ടുള്ളത്. ഇനി അവിടെ രണ്ട് ഡയഗ്രം വരുന്നുണ്ട്. ഒന്ന് ഒരു സർക്കംഫറൻഷ്യൽ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഡയഗ്രം, രണ്ടാമത്തത് ഒരു റേഡിയൽ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഡയഗ്രം. സോ ഈ ഒരു ഡയഗ്രം കിട്ടിയിട്ടുള്ളത് ഇലാസ്റ്റിക് തിയറി അനുസരിച്ച് അനാലിസിസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഫൈനൽ ഡയഗ്രമാണിത്. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് ഇവിടുത്തെ മൊമെൻറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യത്തെ ഡയഗ്രം എന്ന് പറയുന്നത് M-θ ഡയഗ്രമാണ്. ദാറ്റ് ഈസ് സർക്കംഫറൻഷ്യൽ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രമാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും ആ ഒരു ഡയഗ്രത്തിൻ്റെ ഷേപ്പ് വരുന്നത്. ഒരു പരാബോളിക് ഷേപ്പിലായിരിക്കും ഡയഗ്രം വരുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന M-θ സെൻറ്റർ എന്ന് പറയുന്നത് 3/16 × WA² ആയിരിക്കും. ഇനി ഇവിടുത്തെ എഡ്ജിൽ വരുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് 2/16 × WA² ആയിരിക്കും. സോ ഇതാണ് ഇവിടുത്തെ മൊമെൻ്റ് അറ്റ് സെൻറ്ററും മൊമെൻ്റ് അറ്റ് എഡ്ജ് എന്നും പറയുന്നത്. ഇനി സെൻറ്ററിൽ നിന്ന് അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് R എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് മാറി വരുന്ന മൊമെൻ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ W/16 × 3A²/R² ആയിരിക്കും. സോ ഇതാണ് ഇവിടുത്തെ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇനി റേഡിയൽ മൊമെൻറ്റിൻ്റെ ഡയഗ്രമാണ് ഈ സെക്കൻഡ് ഇമേജ് കാണിച്ചിരിക്കുന്നത്. സോ ഇതൊരു പരാബോളിക് ഷേപ്പിലായിരിക്കും ഇവിടെ വരുന്നത്. ഇത് MRC അതായത് റേഡിയൽ മൊമെൻറ്റ് അറ്റ് സെൻറ്റർ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ 3/16 WA². ദെൻ അറ്റ് എഡ്ജിൽ MR എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദെൻ അറ്റ് എ ഡിസ്റ്റൻസ് R ഫ്രം ദി സെൻറ്ററിലെ ഇക്വേഷൻ എന്ന് പറയുന്നത് 3/16 × W × A² - R² ആയിരിക്കും. ഈ സിംപ്ലി സപ്പോർട്ടഡ് കണ്ടീഷനിൽ M-θയുടെ വാല്യൂം അതുപോലെ തന്നെ MRൻ്റെ വാല്യൂയും ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. അതായത് ഇവിടെ പോസിറ്റീവ് മൊമെൻറ്റ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ സെൻറ്ററിലെ മൊമെൻറ്റ് കണ്ടുപിടിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എഡ്ജിലെ മൊമെൻറ്റ്, അതായത് ഇവിടെ സർക്കംഫറൻഷ്യൽ മൊമെൻറ്റ് അറ്റ് എഡ്ജസ് ഉണ്ടാകുന്നുണ്ട്. സോ ഈ സെൻട്രൽ മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് മെഷർ റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും. ഈ എഡ്ജിലെ ഈ ഒരു മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് സർക്കംഫറൻഷ്യൽ റീൻഫോഴ്സ്മെൻറ്റ് അഥവാ റിംഗ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് സിംപ്ലി സപ്പോർട്ടഡ് സർക്കുലർ സ്ലാബ് വിത്ത് UDLൻ്റെ ഇക്വേഷൻസ്. അതായത് ഇക്വേഷൻ ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ ഇതിന് കറസ്പോണ്ടിങ് വരുന്ന ഡിസൈൻ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചിരിക്കുക. ദാറ്റ് ഈസ് M-θc = 3/16 WA². പോസിറ്റീവ് എന്ന് പറയുന്നത് അത് പോസിറ്റീവ് മൊമെൻ്റ് ആണെന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ M-θ ഈസ് 2/16 × WA². ദെൻ M-θ അതായത് അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് R ആണെങ്കിൽ W/16 × 3A² - R² ആയിരിക്കും അവിടുത്തെ ഇക്വേഷൻ. ദെൻ റേഡിയൽ മൊമെൻറ്റ് അറ്റ് സെൻറ്റർ ഈസ് 3/16 WA². റേഡിയൽ മൊമെൻറ്റ് അറ്റ് എഡ്ജ് എന്ന് പറയുന്നത് 0 ആണ്. ദെൻ MR അറ്റ് എ ഡിസ്റ്റൻസ് R എന്ന് പറയുന്നത് 3/16 WA² - R² ആയിരിക്കും. ദെൻ ഇവിടെ വരുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് FR = 1/2 × W × R പെർ യൂണിറ്റ് വിത്തിലുള്ള ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആണ് 1/2 × W × R എന്ന് പറയുന്നത്. സർക്കംഫറൻഷ്യൽ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് സിംപ്ലി സപ്പോർട്ടഡ് സർക്കുലർ സ്ലാബ് വിത്ത് UDL വരുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്. സോ ഈ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക, ഇക്വേഷൻസ് പഠിച്ചിരിക്കണം. Then second condition is slab fixed at edges and carrying UDL. സ്ലാബ് എഡ്ജിൽ ഫിക്സഡ് ആണ് എങ്കിലും അവിടെ ഉണ്ടാകുന്നത് ഒരു UDL ലോഡാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് റേഡിയൽ മൊമെൻറ്റും സർക്കംഫറൻഷ്യൽ മൊമെൻറ്റും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്. സോ ഇതാണ് ഫിഗർ. ഇതിൻ്റെ രണ്ട് എഡ്ജ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് രണ്ടും ഫിക്സഡ് എഡ്ജാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് UDL ആണ്. സോ ഇതാണ് ലോഡഡ് സ്ലാബ്. ദെൻ സെൻറ്ററിൽ നിന്ന് ഈ ഒരു എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ഓഫ് ദി സ്ലാബ് A എന്ന് പറയുന്നത്. ഇനി ആദ്യത്തെ ഡയഗ്രാം ഈസ് ദി സർക്കംഫറൻഷ്യൽ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം, ദാറ്റ് ഈസ് M-θ ഡയഗ്രാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു പരാബോളിക് ഷേപ്പാണ്. അവിടുത്തെ മൊമെൻറ്റ് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. ദെൻ അറ്റ് സെൻറ്ററിലെ മൊമെൻറ്റ് WA²/16 അറ്റ് എ ഡിസ്റ്റൻസ് R ഫ്രം ദി സെൻറ്ററിലെ മൊമെൻറ്റ് W/16 × A² - R² ആയിരിക്കും. ദെൻ എഡ്ജിലെ മൊമെൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും ഇൻ കേസ് ഓഫ് എ സർക്കംഫറൻഷ്യൽ ബെൻഡിങ് മൊമെൻറ്റ്. ദെൻ ഇനി റേഡിയൽ ബെൻഡിങ് മൊമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ സെൻറ്ററിലെ മൊമെൻറ്റ് WA²/16 ആയിരിക്കും. ദെൻ എഡ്ജിൽ ഒരു നെഗറ്റീവ് മൊമെൻറ്റ് ഉണ്ടാകുന്നുണ്ട്, അതെന്ന് പറയുന്നത് 2/16
WA² ആയിരിക്കും. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഇവിടുത്തെ ഇവിടെ വരുന്ന ഈ 2 പോയിന്റിനാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതായത് ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ ചേഞ്ച് ആവുന്ന പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എന്ന് പറയുന്നത്. സോ ആ ഒരു പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്ലാബിന്റെ സെന്ററിൽ നിന്ന് A/√3 ഡിസ്റ്റൻസ് മാറിയായിരിക്കും വരുന്നത്. സോ അവിടുത്തെ കണ്ടീഷൻ ആണ് പറയുന്നത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് A/√3 ഫ്രം ദ സെന്റർ ഓഫ് ദി സ്ലാബ്. ഇനി സെന്ററിൽ നിന്ന് R ഡിസ്റ്റൻസ് മാറി വരുന്ന മൊമെന്റ് എന്ന് പറയുന്നത് W/16 × A² - 3R². റേഡിയൽ മൊമെന്റിന്റെ കേസ് എടുക്കുമ്പോൾ സെന്ററിലും മൊമെന്റ് വരുന്നുണ്ട്, സപ്പോർട്ടിലും മൊമെന്റ് വരുന്നുണ്ട്. സെന്ററിലെ മൊമെന്റ് W(s)/16 ഉം സപ്പോർട്ടിലെ മൊമെന്റ് നെഗറ്റീവ് ആണ്, ദാറ്റ് ഈസ് 2/16 × WA² ആണ്. ദെൻ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ അല്ലെങ്കിൽ ബെൻഡ് മൊമെന്റ് ചേഞ്ച് ആവുന്ന പോയിന്റ് എന്ന് പറയുന്നത് സെന്റർ ഓഫ് ദി സ്ലാബിൽ നിന്നും A/√3 ഡിസ്റ്റൻസ് മാറിയായിരിക്കും. ദാറ്റ് ഈസ് m(θc) is W(s)² m(θ) എഡ്ജ് എന്ന് പറയുന്നത് 0, m(θ) എന്ന് പറയുന്നത് അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് R ആണ് എങ്കിൽ 1/16 × W(a²-R²). റേഡിയൽ മൊമെന്റ് അറ്റ് സെന്റർ എന്ന് പറയുന്നത് +1/16 WA². ദെൻ റേഡിയൽ മൊമെന്റ് അറ്റ് എഡ്ജ് എന്ന് പറയുന്നത് 2/16 WA², അത് മൈനസ് ആയിരിക്കും. ദെൻ MR എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ റേഡിയൽ മൊമെന്റ് അറ്റ് എനി ഡിസ്റ്റൻസ് R എന്ന് 1/16 W (a²-, 3R² ആയിരിക്കും. റേഡിയൽ ഷിയർ ഫോഴ്സ് FR ഈസ് 1/2 × W(r) പെർ യൂണിറ്റ് വിഡ്ത്ത് ആയിരിക്കും. സ്ലാബ് സബ്ജക്റ്റഡ് ടു UDL വിത്ത് ഫിക്സഡ് എഡ്ജ് ആണെങ്കിൽ, ഇനി ഈ ഫിക്സഡ് എഡ്ജിന് വേറൊരു കണ്ടീഷനും കൂടി പറയാം. ഫിക്സഡ് എഡ്ജ് എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ദ സ്ലാബ് ഈസ് ഫുള്ളി റീസ്ട്രെയിൻ അറ്റ് എഡ്ജസ്. ഫുള്ളി റീസ്ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഫിക്സഡ് എഡ്ജ് ആണെന്നാണ്. സോ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു രീതിയിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. എഡ്ജ് എന്ന് പറയുന്നത് ഫുള്ളി റീസ്ട്രെയിൻ എന്ന് പറയുന്ന കണ്ടീഷനും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് ഉദ്ദേശിച്ചിരിക്കുന്നത് അതൊരു ഫിക്സഡ് എഡ്ജ് ആണ് എന്നാണ്. അടുത്ത മൂന്നാമത്തെ കണ്ടീഷൻ സ്ലാബ് പാർഷ്യലി സപ്പോർട്ടഡ് അറ്റ് എഡ്ജസ്. അതായത് സ്ലാബ് എന്ന് പറയുന്നത് പാർഷ്യലി സപ്പോർട്ടഡ് ആണ് എങ്കിൽ നമ്മളിവിടെ എടുക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ 2 കണ്ടീഷൻ്റെയും ഒരു ആവറേജ് വാല്യൂ ആണ് പാർഷ്യലി സപ്പോർട്ടഡ് അറ്റ് എഡ്ജസിൽ എടുക്കുന്നത്. അതായത് സിംപ്ലി സപ്പോർട്ടഡ് കണ്ടീഷൻ്റെയും ഫിക്സഡ് എഡ്ജ് കണ്ടീഷൻ്റെയും ആവറേജ് കണ്ടീഷനാണ് പാർഷ്യലി സപ്പോർട്ടഡ് അറ്റ് എഡ്ജസിൽ എടുക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ എടുക്കുന്ന പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ R എന്ന് പറയുന്നത് A × √2/3 ഡിസ്റ്റൻസിലാണ്. ഫിക്സഡ് എഡ്ജിൽ R = A/√3 ആയിരുന്നു ഇക്വേഷനിലെങ്കിൽ A/√3 ആണ് ഫിക്സഡ് എഡ്ജിലെ ഇക്വേഷൻ. പക്ഷേ പാർഷ്യലി ഫിക്സഡ് ആണെങ്കിൽ അവിടുത്തെ ഇക്വേഷൻ R = A × √2/3 ആയിരിക്കും. ദെൻ ഇവിടെ വരുന്ന MRC അല്ലെങ്കിൽ m(θc)യുടെ ഇക്വേഷൻ +2/16 WA², MR അറ്റ് എഡ്ജ് എന്ന് പറയുന്നത് -1/16 WA², m(θe) എന്ന് പറയുന്നത് +1/16 WA² ആണ്. സോ ഇതാണ് സ്ലാബ് പാർഷ്യലി സപ്പോർട്ടഡ് അറ്റ് എഡ്ജസിലെ കണ്ടീഷൻ. അങ്ങനെ ഒരു കണ്ടീഷൻ വരുവാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിൽ വേണം എടുക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സർക്കുലർ സ്ലാബിൻ്റെ തിയറി പോർഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ടും ഇതിൻ്റെ ഓരോരോ കണ്ടീഷനിൽ വരുന്ന മൂവ്മെൻറ്റിൻ്റെ ഇക്വേഷൻ പഠിച്ചിരിക്കണം. പിന്നെ ഇവിടുത്തെ റീഇൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതായത് മെയിനായിട്ടും വരുന്ന ആ ഒരു റേഡിയൽ മൊമെൻറ്റിനെയും സർക്കംഫറൻഷ്യൽ മൊമെൻറ്റിനെയും കറസ്പോണ്ടിങ് ആയിട്ട് മെഷ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. അതായത് നമ്മളിവിടെ സർക്കുലർ സ്ലാബിലെ സെൻറ്ററിൽ വരുന്ന മൊമെൻ്റ് അനുസരിച്ചിട്ട് ഇവിടെ ആദ്യം റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കും. ആ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു മെഷ് രീതിയിൽ, അതായത് ഈ 2 ഡയറക്ഷനിലും റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും. അതൊരു മെഷ് രീതിയിൽ ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും, ഒരു മെഷ് രീതിയിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇതാണ് ഒരു സർക്കുലർ സ്ലാബെങ്കിൽ ഒരു മെഷ് രീതിയിലായിരിക്കും ഈ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. ഇനി പിന്നെ വരുന്നത് ഇതിൻ്റെ എഡ്ജസിൽ മൊമെൻ്റ് ഉണ്ട് എങ്കിൽ, അതായത് ഈ ഒരു സ്ലാബിൻ്റെ എഡ്ജിലായിട്ട് സർക്കംഫറൻഷ്യൽ മൊമെൻ്റ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു റിങ് രീതിയിലായിരിക്കും കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ എഡ്ജിൽ റേഡിയൽ മൊമെൻ്റ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മളത് റേഡിയൽ ഡയറക്ഷനിൽ, ഇങ്ങനെ റേഡിയൽ ഡയറക്ഷനിലായിരിക്കും റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. അതുകൂടാതെ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് സ്ലാബിൻ്റെ തിക്നെസ് കൂടുതലാണെങ്കിൽ അവിടെ ഡിസ്ട്രിബ്യൂഷൻ റീഇൻഫോഴ്സ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ തിയറി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഒരു പ്രോബ്ലം ആദ്യം തന്നെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സർക്കുലർ റൂം ഹാസ് എ
5 meter diameter from inside. Design a circular roof slab for room to carry a superimposed load of 3800 Newton per meter square. Assume that the slab is simply supported at the edges. Use M20 and Fe 415 steel. ഇവിടെ ആദ്യം ഗിവൺ ഡേറ്റാസ് എഴുതാം. ഇവിടെ തന്നിട്ടുള്ള ആ ഒരു സ്ലാബിന്റെ അല്ലെങ്കിൽ ആ ഒരു റൂമിന്റെ ഇൻസൈഡ് ഡയ എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. സോ അതാണ് ഇവിടെ ക്ലിയർ സ്പാൻ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ദ ഇൻസൈഡ് ഡയമീറ്റർ 5 മീറ്റർ. Then the live load is given in the question is 3800 Newton per meter square. കിലോന്യൂട്ടനിലോട്ട് മാറ്റാൻ വേണ്ടി 3.8 കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഇൻറ്റു 10⁻³ ചെയ്യുക. ഇനി M20 കോൺക്രീറ്റ് Fe 415 ആണ്. അതുകൊണ്ട് FCK 20യും FY ഈസ് 450 Newton per mm square ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ സർക്കുലർ സ്ലാബിൻ്റെ ഡിസൈനിൽ ആദ്യം തന്നെ ഇവിടുത്തെ ആ ഒരു സ്ലാബിൻ്റെ തിക്നെസ് അഥവാ അതിൻ്റെ ഓവറോൾ ഡെപ്ത് ആണ് നമുക്ക് അറിയേണ്ടത്. അതിനുവേണ്ടി ഒരു സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് ആയിരുന്നുവെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് ഡെപ്ത് അല്ലെങ്കിൽ ഓവറോൾ ഡെപ്ത് കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ വെർട്ടിക്കൽ റിഫ്ലക്ഷൻ ക്രൈറ്റീരിയ അനുസരിച്ച് സ്പാൻ ബൈ എഫക്റ്റീവ് ഡെപ്ത് ഈസ് ഈക്വൽ ടു 20 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ IS 456 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് സ്ലാബ് ആണെങ്കിലും അതുപോലെ കാൻഡിലിവർ സ്ലാബ് ആണെങ്കിലും അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. പക്ഷേ സർക്കുലർ സ്ലാബിൻ്റെ കേസിൽ അങ്ങനെ ഒരു കണ്ടീഷനും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകിൽ ഈ ഒരു സർക്കുലർ സ്ലാബിൻ്റെ കണ്ടീഷൻ അസ്യൂം ചെയ്ത് കൊടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് സ്പാൻ ബൈ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്ന ആ ഒരു റേഷ്യോ ഈസ് ഈക്വൽ ടു 45 എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാം. അപ്പം ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് സ്പാൻ ബൈ എഫക്റ്റീവ് ഡെപ്ത് ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു മോഡിഫിക്കേഷൻ ഫാക്ടർ ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് വച്ചിട്ടുള്ള ഒരു വാല്യൂ ആണിത്. അപ്പോൾ ഇത് കോടി തന്നിട്ടുള്ളതല്ല. ഒന്നുകിൽ ഈ ഒരു വെർട്ടിക്കൽ റിഫ്ലക്ഷൻ ക്രൈറ്റീരിയ യൂസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാം. അതല്ല എങ്കിൽ ഇവിടുത്തെ സ്ലാബിൻ്റെ ആ ഒരു തിക്നെസ് അസ്യൂം ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ അസ്യൂം ചെയ്തെടുത്തിരിക്കുകയാണ്. ദ ടോട്ടൽ ഡെപ്ത് ഓഫ് ദി സ്ലാബ് ബി 120 mm. ദാറ്റ് ഈസ് ദ തിക്നെസ് ഓഫ് ദി സ്ലാബ് എന്ന് പറയുന്നത് 120 mm അല്ലെങ്കിൽ 125 mm അസ്യൂം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 120 mm ആണ് അസ്യൂം ചെയ്തെടുത്തിട്ടുള്ളത്. സോ അതാണ് ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്ത് കൊടുക്കേണ്ട കാര്യം. ദ തിക്നെസ് ഓഫ് ദി സ്ലാബ് ഈസ് ടേക്കൺ ആസ് 120 mm ആയിട്ട് അസ്യൂം ചെയ്ത് കൊടുത്തു. ഇനി ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോഡ് കാൽക്കുലേഷൻ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സർക്കുലർ സ്ലാബിൻ്റെ സെൽഫ് വെയിറ്റ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഇവിടുത്തെ കോൺക്രീറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ് ഇൻറ്റു ദ തിക്നെസ് ഓഫ് ദി സ്ലാബ് ദാറ്റ് ഈസ് 120 mm എന്ന് പറയുന്ന മീറ്ററിലോട്ട് വരുമ്പോൾ 0.12 മീറ്റർ വരും. സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് ദ സെൽഫ് വെയിറ്റ് ഓഫ് സർക്കുലർ സ്ലാബ് ഈസ് 3 കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് കണ്ടുപിടിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ ലോഡ് എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ ഏരിയയിൽ എത്രയാണ് ഇവിടുത്തെ സെൽഫ് വെയിറ്റ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് ഈസ് 3 കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ദെൻ ലൈവ് ലോഡ് 3.8 കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. സോ ടോട്ടൽ ലോഡ് ഈസ് 3 + 3.8 ചെയ്യുമ്പോൾ 6.8 കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഇതിനെ നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് മെത്തേഡിലാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഫാക്ടർ ലോഡ് ആക്കണം. ദാറ്റ് ഈസ് partial safety factor for concrete is 1.5 into 6.8 ചെയ്യുമ്പോൾ we get 10.2 kilonewton per meter square എന്നാണ് ഇവിടെ കിട്ടുന്ന ടോട്ടൽ ലോഡ്. സോ ആദ്യം നമ്മൾ സ്ലാബിൻ്റെ തിക്നെസ് അസ്യൂം ചെയ്ത് കൊടുത്തു. ദെൻ അത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വരുന്ന ലോഡ് കാൽക്കുലേറ്റ് ചെയ്യും. സോ ടോട്ടൽ ലോഡ് ആക്ടിങ് ഓൺ ദ സർക്കുലർ സ്ലാബ് എന്ന് പറയുന്നത് 10.2 കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി ഈ പറയുന്ന ഫാക്ടർ ലോഡ് എന്ന് പറയുന്നത് പെർ മീറ്റർ സ്ക്വയറിലാണ് കിട്ടിയിട്ടുള്ളത്. സോ അതിനെ UDL അതായത് കിലോന്യൂട്ടൺ പെർ മീറ്ററിലോട്ട് മാറ്റാൻ വേണ്ടി ദ ഫാക്ടേർഡ് ലോഡ് പെർ യൂണിറ്റ് വിഡ്ത്തിലോട്ട് കൺവേർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 10.2 ഇൻറ്റു 1 ചെയ്യുമ്പോൾ 10.2 കിലോന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിട്ടും. സോ ഇതാണ് ഇവിടെ വരുന്ന UDL 10.2 കിലോന്യൂട്ടൺ പെർ മീറ്റർ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ വരുന്ന മൊമെന്റ് കാൽക്കുലേഷൻ ആണ്. സോ മൊമെന്റ് കാൽക്കുലേഷന് വേണ്ടി കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബ് ആണ്. അതുപോലെ തന്നെ UDL ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ റേഡിയൽ മൊമെന്റും അതുപോലെ തന്നെ സർക്കംഫറൻഷ്യൽ മൊമെന്റ് M⁻യും റേഡിയൽ മൊമെന്റ് MR ഉണ്ട്. അത് നമ്മൾ ഇവിടുത്തെ സെന്ററിലെ മൊമെന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സെന്ററിലെ മൊമെന്റ് അതായത് റേഡിയൽ മൊമെന്റ് അറ്റ് സെന്ററും സർക്കംഫറൻഷ്യൽ മൊമെന്റ് അറ്റ് സെന്ററും ഇക്വേഷൻ സെയിം തന്നെയാണ്. ദാറ്റ് ഈസ് 3/16 WA² ആണ്. സോ രണ്ടിൻ്റെയും വാല്യൂ അതും കണ്ടുപിടിക്കണം. ദെൻ ഇതിൻ്റെ എഡ്ജിലായിട്ട് ഒരു മൊമെന്റും കൂടി വരുന്നുണ്ട്. ദാറ്റ് ഈസ് ദ സർക്കംഫറൻഷ്യൽ മൊമെന്റ് അറ്റ് ദ എഡ്ജസും ഉണ്ട്. ദെൻ റേഡിയൽ മൊമെന്റ് അറ്റ് എഡ്ജ് എന്ന് പറയുന്നത് 0 ആണ്. സോ ഈ ഒരു മൊമെന്റ് ആണ് ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ദ മാക്സിമം റേഡിയലും മാക്സിമം സർക്കംഫറൻഷ്യൽ മൊമെന്റ് എന്ന് പറയുന്നത് അറ്റ് ദ സെന്ററിലാണ് ഉണ്ടാവുന്നത്. ദാറ്റ് ഈസ് M⁻C ദാറ്റ് ഈസ് എ സർക്കംഫറൻഷ്യൽ മൊമെന്റ് അറ്റ് സെന്റർ. അതുപോലെ തന്നെ റേഡിയൽ മൊമെന്റ് അറ്റ് സെന്റർ എന്ന് പറയുന്നത്
പ്ലസ് 3/16 WA² ആണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഇവിടെ എ എന്ന് പറയുന്നത് ഈ ഒരു സ്ലാബിൻ്റെ സെൻറ്ററിൽ നിന്നും ഈ ഒരു സപ്പോർട്ട് വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് സ്ലാബിൻ്റെ റേഡിയസ് ആണ് എ എന്ന് പറയുന്നത്. സോ സ്ലാബിൻ്റെ ഡയമീറ്റർ 5 എന്ന് തന്നിട്ടുണ്ട്. സോ റേഡിയസ് എന്ന് പറയുന്നത് 5/2 ചെയ്യുമ്പോൾ 2.5 മീറ്റർ എന്ന് കിട്ടും. ദെൻ ഇക്വേഷനിലോട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 3/16 ഇൻറ്റു W എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയിട്ടുള്ള ഫാക്ടർ ലോഡ് പെർ യൂണിറ്റ് വിഡ്ത്ത്, ദാറ്റ് ഈസ് 10.2 ഇൻറ്റു 2.5 സ്ക്വയർ ചെയ്യുമ്പോൾ വി ഗെറ്റ്സ് ദ മൊമെന്റ് ഈസ് 11.95 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. സോ അതാണ് ഇവിടുത്തെ സെൻറ്ററിൽ വരുന്ന റേഡിയൽ മൊമെന്റും സർക്കംഫറൻഷ്യൽ മൊമെന്റും. അടുത്തത് നമുക്കറിയാം ഇവിടെ എം തീറ്റ അറ്റ് എഡ്ജ് ഇൻ്റെ ഇക്വേഷൻ പ്ലസ് 2/16 WA² ആണ്. സോ എഡ്ജിലെ മൊമെന്റ് എന്ന് പറയുന്നത് 2/16 ഇൻറ്റു 10.2 ഇൻറ്റു 2.5 സ്ക്വയർ ചെയ്യുമ്പോൾ 7.96875 കിലോന്യൂട്ടൺ മീറ്റർ ആണ് കിട്ടുന്നത്. ഈ ഒരു എഡ്ജിൽ റേഡിയൽ മൊമെന്റ് എന്ന് പറയുന്നത് 0 ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും മൊമെന്റ് ആണ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് സർക്കുലർ സ്ലാബിലെ UDL വരുമ്പോൾ വരുന്ന മൊമെന്റ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടെ ഒരു അസ്യൂം ചെയ്ത് കൊടുത്തിട്ടുള്ള തിക്നെസ് ആണ്, അല്ലെങ്കിൽ സർക്കുലർ സ്ലാബിന്റെ തിക്നെസ് 120 mm എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്ത് കൊടുത്തതാണ്. ആ അസ്യൂം ചെയ്ത് കൊടുത്തത് ഇവിടെ വരുന്ന മൊമെന്റ് അനുസരിച്ച് വരുന്ന എഫക്റ്റീവ് ഡെപ്തേക്കാളും കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യണം. സോ അടുത്ത സ്റ്റെപ്പിൽ ചെക്ക് ഫോർ എഫക്റ്റീവ് ഡെപ്ത് ആണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് MU is equal to 0.36 FCK XUmax/D into 1 minus 0.42 XUmax/D into BD². ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് എഫക്റ്റീവ് ഡെപ്തായ സ്മോൾ ഡി കണ്ടുപിടിക്കുന്നത്. ഇത് തന്നിട്ടുള്ളത് IS 456 ഈ ഒരു ഇക്വേഷൻ തന്നിട്ടുള്ളത്, പേജ് 96. സോ ആ ഒരു പേജിൽ നിന്നാണ് ഈ ഇക്വേഷൻ കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് ഇവിടെ XUmax/D എന്ന് പറയുന്ന IS 456 2000 പേജ് 70 നിന്ന് എടുക്കുമ്പോൾ FE 450 കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ 0.48. ദെൻ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇവിടെ എടുക്കേണ്ട മൊമെന്റ് എന്ന് പറയുന്നത് മാക്സിമം മൊമെന്റ് വേണം എടുക്കാൻ. ദാറ്റ് ഈസ് 11.95 ഇൻറ്റു 10⁶ is equal to 0.36 20 ഇൻറ്റു 0.48 ഇൻറ്റു 1 minus 0.42 0.48 ഇൻറ്റു B is taken as 1 meter, that is 1000 mm ഇൻറ്റു D². സോ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ D റിക്വയർഡ് എന്ന് പറയുന്നത് 65.83 mm എന്നാണ് എഫക്റ്റീവ് ഡെപ്ത് കിട്ടുന്നത്. ഇനി നമുക്കിവിടുന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത് 120 mm ആണ്. സോ അതനുസരിച്ച് വരുന്ന എഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഇവിടുത്തെ ബാറിൻ്റെ ഡയ എന്ന് പറയുന്നത് 10 mm ആയിട്ട് അസ്യൂം ചെയ്യുക. സോ സർക്കുലർ സ്ലാബിൽ റീൻഫോഴ്സ്മെൻറ്റ്, അതായത് മെയിൻ റീൻഫോഴ്സ്മെൻറ്റ് ഡയമീറ്റർ എടുക്കുന്നത് ഒന്നെങ്കിൽ 8 mm ഡയമീറ്റർ വരുന്ന ബാറോ അല്ലെങ്കിൽ 10 mm ഡയമീറ്റർ വരുന്ന ബാറോ ആണ് കൊടുക്കാറ്. സോ ഇവിടെ 10 mm ഡയമീറ്റർ വരുന്ന അസ്യൂം ചെയ്യുക. അതുപോലെ തന്നെ ക്ലിയർ കവർ എന്ന് പറയുന്നത് 15 mm അല്ലെങ്കിൽ 20 mm ആണ്. അതായത് 20 mm വരുന്നത് മൈൽഡ് എക്സ്പോഷർ കണ്ടീഷൻ ആണെങ്കിൽ കവർ കൊടുക്കേണ്ടത് 20 mm ആണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 50 mm ആണ്. ക്വസ്റ്റ്യനിൽ മൈൽഡ് എക്സ്പോഷർ കണ്ടീഷൻ എന്നൊക്കെ ആ ഒരു കണ്ടീഷൻ തരുവാണെങ്കിൽ അവിടെ ക്ലിയർ കവർ എടുക്കേണ്ടത് 20 mm ആണ്. അത് ആസ് പെർ IS 456 2000 ആ ഒരു കണ്ടീഷൻ അനുസരിച്ച് തന്നിട്ടുള്ള കവറാണ് 20 mm എന്ന് പറയുന്നത്. സോ ഒന്നെങ്കിൽ 10 mm ഡയമീറ്റർ ബാർ സെറ്റ് 20 mm ക്ലിയർ കവർ ഇവിടെ എടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ 15 mm ആണ് കൊടുത്തിട്ടുള്ളത്, കാരണം മിനിമം 50 mm എങ്കിലും കവർ കൊടുക്കണം. സോ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്ത എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് ടോട്ടൽ ഓവറോൾ ഡെപ്ത് 120 മൈനസ് ക്ലിയർ കവർ മൈനസ് ഡയമീറ്റർ ബൈ 2. അതായത് നമ്മളിവിടെ എഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ് ഒരു സ്ലാബ് വരുന്നതെങ്കിൽ ഇവിടെയാണ് ബാർ വരുന്നത്. ദെൻ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ളതാണ് എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത്, അതായത് ഈ ബാറിൻ്റെ സെൻറ്റർ വരെ. ഈ ഒരു ക്ലിയർ കവർ എന്ന് പറയുന്നത് 15ഉം ഈ ബാറിൻ്റെ ഡയ എന്ന് പറയുന്നത് 10ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 120 ഉണ്ട്. 120ൽ നിന്ന് ഈ ക്ലിയർ കവർ മൈനസ് ചെയ്യുക 15, ദെൻ ഈ ബാറിൻ്റെ ഡയയുടെ പകുതി. അങ്ങനെയാണ് 100 mm കിട്ടിയിട്ടുള്ളത്. ഇതൊരു നോട്ടാണ്, ഈ കാര്യം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ മൈൽഡ് എക്സ്പോഷർ കണ്ടീഷൻ എന്ന് തരുവാണെങ്കിൽ വി ടേക്ക് ദ ക്ലിയർ കവർ ഈസ് 20 mm. അത് തന്നിട്ടില്ലെങ്കിലും ഇവിടെ 20 mm എടുത്തു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പം 20 mm വേണം മൈൽഡ് എക്സ്പോഷർ കണ്ടീഷനിൽ കവർ കൊടുക്കാൻ. അതുപോലെ ഡയമീറ്റർ ഓഫ് ബാർ സെലക്ട് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ 8 mm അല്ലെങ്കിൽ 10 mm വരുന്ന ഡയമീറ്റർ ഓഫ് ബാറാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക. റിക്വയർഡ് എന്ന് പറയുന്നത് 65.83 ആണ്. ഡി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 100 mm ആണ്. സോ ഡി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സെലക്ട് ചെയ്ത തിക്നെസ് ഓഫ് സ്ലാബ് എന്ന് പറയുന്നത് ഇവിടെ സേഫ് ആണ്. ഈ ഒരു കണ്ടീഷൻ സേഫ് അല്ലാതെ ആയിട്ട് വരികയാണെങ്കിൽ തിക്നെസ് കൂട്ടി കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി അടുത്തത് ഡിസൈൻ ഓഫ് റീൻഫോഴ്സ്മെന്റ് ആണ്. ആദ്യത്തെ സ്റ്റെപ്പിൽ
ലോഡ് കാൽക്കുലേറ്റ് ചെയ്തു, ദെൻ അതിന് കറസ്പോണ്ടിങ് വരുന്ന മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തു, ദെൻ എഫക്റ്റീവ് ഡെപ്ത് ചെക്ക് ചെയ്തു. അടുത്തത് ഇവിടുത്തെ സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റിന്റെ ഡിസൈൻ ആണ്. ഇവിടെ റേഡിയൽ ആൻഡ് സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് റിക്വയർഡ് അറ്റ് ദ സെന്റർ, അതായത് സെന്ററിൽ വരുന്ന റേഡിയലും സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെന്റുമാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. അതിനുവേണ്ടി AST അറ്റ് സെന്റർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ mu is equal to 0.87 FY AST into D into 1 minus AST FY divided by BD FCK എന്ന് പറയുന്ന ഇക്വേഷൻ IS 456 2000 പേജ് 96 തന്നിട്ടുണ്ട്. ഈ ഇക്വേഷനിലോട്ട് muന്റെ വാല്യൂ 11.95 into 10⁶ ആണ്. ദെൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഇവിടെ എടുക്കേണ്ട എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് 100 ആണ്. ആൻഡ് ബി ഈസ് ടേക്കൺ ആസ് 1 മീറ്റർ, ദാറ്റ് ഈസ് 1000 mm. ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് AST ഈസ് ഈക്വൽ ടു 357.49 mm² എന്നാണ് കിട്ടുന്നത്. സോ ഇതാണ് ഇവിടെ വരുന്ന AST റിക്വയർഡ്. ഇനി ഇത് മിനിമം ഏരിയ ഓഫ് സ്റ്റീലുമായിട്ട് ഈ AST റിക്വയർഡ് ചെക്ക് ചെയ്ത് നോക്കുക. സോ മിനിമം ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ FE 415 ആണെങ്കിൽ 0.12% ഓഫ് ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. FE 250 ആണെങ്കിൽ 0.15% ഓഫ് ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ. സോ ഇവിടെ FE 415 ആണ്. സോ 0.12% ഓഫ് ടോട്ടൽ ക്രോസ് സെക്ഷണൽ ഏരിയ, ദാറ്റ് ഈസ് 1000 into 120 ആണ് ക്രോസ് സെക്ഷണൽ ഏരിയ. ഇവിടെ എടുക്കുമ്പോൾ ഓവറോൾ ഡെപ്ത് വേണം എടുക്കാൻ. ഇത് ചെയ്യുമ്പോൾ 144 ആണ് കിട്ടുന്നത്. സോ നമുക്ക് കിട്ടിയ AST റിക്വയറിനേക്കാളും കുറവാണ് മിനിമം ഏരിയ ഓഫ് സ്റ്റീൽ. സോ മിനിമം 140 mm² ഏരിയ എങ്കിലും പ്രൊവൈഡ് ചെയ്യണം. നമുക്ക് കിട്ടിയത് കൂടുതലാണ്. സോ AST റിക്വയർഡ് ഇവിടെ കൊടുക്കുക. ദെൻ അതിന് കറസ്പോണ്ടിങ് വരുന്ന സ്പേസിംഗ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 1000 A5 by AST 1000 into pi/4 into 5 is 10² divided by 5 എന്ന് പറയുന്നത് 10 mm ആണ്. സോ 10² by AST ചെയ്യുമ്പോൾ വി ഗെറ്റ് 219.69 mm. ഇനി അടുത്തത് ഈ സ്പേസിംഗ് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി IS 456 രണ്ട് കണ്ടീഷനാണ് പറയുന്നത്. 1 വേ സ്ലാബ് ഡിസൈൻ ചെയ്യുമ്പോഴും 2 വേ സ്ലാബ് ഡിസൈൻ ചെയ്യുമ്പോഴും ഒക്കെ ഈ കണ്ടീഷനാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ, ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 3 times ഡീപ്, ദാറ്റ് ഈസ് 3 into 100 ചെയ്യുമ്പോൾ 300 mm. സെക്കൻഡ് കണ്ടീഷൻ, ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 300 mm. സോ ഈ 3 കണ്ടീഷൻ നോക്കുക. ദാറ്റ് ഈസ് സ്പേസിംഗ് കിട്ടിയത് 219 ആണ്. ഇത് 300-നേക്കാളും കൂടി പോകാൻ പാടില്ല എന്നാണ് കണ്ടീഷൻ വരുന്നത്. സോ നമുക്ക് കിട്ടിയ 219 എന്ന് പറയുന്നത് പുറകോട്ട് റൗണ്ട് ചെയ്തിട്ട് അത് 210 mm എന്ന് കൊടുക്കുക. സോ ഹെൻസ് പ്രൊവൈഡ് 10 mm ഡയമീറ്റർ ബാർസ് അറ്റ് 210 mm സെൻറ്റർ ടു സെൻറ്റർ ഇൻ ദ ഫോം ഓഫ് മെഷ്. അപ്പോൾ 10 mm ഡയമീറ്റർ വരുന്ന ബാർ 210 mm സ്പേസിൽ ഒരു മെഷ് രീതിയിൽ വേണം കൊടുക്കാൻ. അതായത് ഇതാണ് സർക്കുലർ സ്ലാബ് എന്ന് പറയുന്നത്. സോ ഇത് പ്ലാൻ വ്യൂ ആണ് കാണിച്ചിട്ടുള്ളത്. ഈ സർക്കുലർ സ്ലാബിൻ്റെ ഈ രണ്ട് ഡയറക്ഷനിലും, അതായത് ഈ ഒരു ഡയറക്ഷനിലും ഒരു മെഷ് രീതിയിൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്നത് 10 mm ഡയമീറ്റർ വരുന്നതാണ്. ഇവ തമ്മിലുള്ള സ്പേസിങ്, അതായത് ഈ രണ്ട് ബാറുകൾ തമ്മിലുള്ള സ്പേസിംഗ് ആണ് 210 mm. അതുപോലെ തന്നെ ഈ ഡയറക്ഷൻ എടുത്താൽ ഈ രണ്ട് ബാറുകൾ തമ്മിലുള്ളതാണ് 210 mm എന്ന് പറയുന്നത്. ഈ രീതിയിലായിരിക്കും മെഷ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. ഇനി അടുത്തത് ഇവിടെ വരുന്ന സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് അറ്റ് എഡ്ജസ് ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് ഇവിടെ വരുന്ന മൊമെന്റ് എന്ന് പറയുന്നത് സർക്കംഫറൻഷ്യൽ മൊമെന്റും റേഡിയൽ മൊമെന്റ് അറ്റ് സെന്ററിലും വരുന്നുണ്ട്. റേഡിയൽ മൊമെന്റ് അറ്റ് എഡ്ജ് എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ വരുന്നത് സർക്കംഫറൻഷ്യൽ മൊമെന്റ് അറ്റ് എഡ്ജസ് ആണ്. സോ ആ എഡ്ജിൽ വരുന്ന സർക്കംഫറൻഷ്യൽ മൊമെന്റിന് കറസ്പോണ്ടി വരുന്ന റീഇൻഫോഴ്സ്മെന്റ് കണ്ടുപിടിക്കണം. സോ അതിനുവേണ്ടി AST അറ്റ് എഡ്ജ് എന്ന് പറയുന്നത്, at edges circumferential reinforcement is provided to avoid slipping of bars and is provided in the form of ring. ഇനി എന്തിനു വേണ്ടിയാണ് ഈ സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഷ് റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ എഡ്ജിലായിട്ട് ആ ഒരു മെഷ് റീഇൻഫോഴ്സ്മെന്റിനെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ ആങ്കർ ചെയ്ത് നിർത്താൻ വേണ്ടി അവിടെ റീഇൻഫോഴ്സ്മെന്റ് ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ ആ ഒരു റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു മെഷിന് സ്ലിപ്പിംഗ് ടെൻഡൻസി ഉണ്ടാവുന്നു. ഈ ഒരു സ്ലിപ്പിംഗ് ഒഴിവാക്കാൻ വേണ്ടിയാണ് അതിൻ്റെ മുകളിൽ സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. ഈ സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് റിങ് രീതിയിലായിരിക്കും കൊടുക്കുന്നത്. അതായത് ഇതാണ് സർക്കുലർ സ്ലാബ് എങ്കിൽ ഇതിൻ്റെ സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിൽ ഇങ്ങനെ റിങ് രീതിയിലായിരിക്കും ഈ ഒരു റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇവിടെ സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് കറസ്പോണ്ടിങ് വരുന്ന ഡയമീറ്റർ ഓഫ് ബാർ 10 mm ആയിട്ട് അസ്യൂം ചെയ്യുക. ദെൻ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് നമ്മളിവിടെ എടുക്കുന്നത് 120 minus 15 minus 10 minus 10 minus 10/2 is equal to 80 mm ആണ് വരുന്നത്. സോ ഇതെങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ മെയിനായിട്ടും ഈ ഒരു ഡയറക്ഷനിൽ മെഷ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ രണ്ട് ഡയറക്ഷനിലും കൂടിയാണ് മെഷ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലാണ് ഈ പറയുന്ന സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് പോകുന്നത്.
സോ എഫക്റ്റീവ് ഡെപ്ത് ഓഫ് സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് എടുക്കുന്നത് ടോട്ടൽ ഓവറോൾ ഡെപ്തിൽ നിന്ന് 15 ക്ലിയർ കവർ മൈനസ് ചെയ്യുക, ദെൻ ഈ ബാറിന്റെ ഡയ മൈനസ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ബാറിന്റെ ഡയ മൈനസ് ചെയ്യുക. സോ ഇത് രണ്ടും 10ന്റെ ബാറാണ്. സോ 120 മൈനസ് 15 മൈനസ് 10 ഇത് രണ്ടും അമേഷ് റീഇൻഫോഴ്സ്മെന്റ് വരുന്ന ബാറിന്റെ ഡയ ആണ്. മൈനസ് ഇതിന്റെ ടോപ്പ് തൊട്ട് ഈ ബാറിന്റെ സെന്റർ, ഇതാണ് സർക്കംഫറൻഷ്യൽ റിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഒരു റിംഗിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. സോ മൈനസ് 10/2 ചെയ്യുമ്പോൾ 80 mm ആണ് ഇവിടുത്തെ എഫക്റ്റീവ് ഡെപ്ത് കിട്ടുന്നത്. ഇനി mu is equal to 0.87 f by AST into d into 1 minus AST fy by BD FCK ലേക്ക് എമ്മിന്റെ വാല്യൂ അറ്റ് എഡ്ജസിലെ വാല്യൂ ആണ് 7.96 into 10⁶. ഇതിൻ്റെ അകത്തേക്ക് എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് സ്മോൾ d 80 mm ആണ്. ദെൻ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് AST is equal to 298.72. ഇത് മിനിമം ഏരിയയിലേക്കാളും കൂടുതലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു AST ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ദെൻ സ്പേസിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടി 1000 A5 by AST 1000 into pi/4 into 10 square divided by 298.72 ചെയ്യുമ്പോൾ 262.92 mm എന്നാണ് വരുന്നത്. സോ ഇനി ഇവിടെ ചെക്ക് ഫോർ സ്പേസിംഗ് ചെയ്യുക. സ്പേസിംഗ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 3 times എഫക്റ്റീവ് ഡെപ്ത് ചെയ്യുമ്പോൾ 240 mm എന്നും ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 300 mm എന്നാണ് വരുന്നത്. സോ ഈ മൂന്ന് വാല്യൂ നോക്കുമ്പോൾ 240 mm ആണ് ചെറിയ വാല്യൂ. സോ വി പ്രൊവൈഡ് സ്പേസിംഗ് 240 mm സെന്റർ ടു സെന്റർ. ഇനി ഇവിടെ ഈ 250 mm സെന്റർ ടു സെന്ററിൽ എത്ര റിംഗ് പ്രൊവൈഡ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം. സോ അതിനു വേണ്ടി ദ സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് ഈസ് ആൻ ആങ്കറേജ് റീഇൻഫോഴ്സ്മെന്റ് ആണ്, ഈസ് പ്രൊവൈഡഡ് ഫോർ എ ലെങ്ത് ഓഫ് 2/3 ഇൻറ്റു ഡെവലപ്മെന്റ് ലെങ്ത്. അതായത് നമ്മൾ അതിൻ്റെ സെൻറ്ററിലെ സർക്കംഫറൻഷ്യൽ മൊമെന്റ് എന്ന് പറയുന്നത് 3/16 WA²ഉം എഡ്ജിലെ ആണെങ്കിൽ 2/16 ഇൻറ്റു WA² ആണ്. സോ അവിടുത്തെ മൊമെന്റിന്റെ വേരി ചെയ്യുന്നത് 2/3% ആണ് അവിടെ മൊമെന്റ് വേരി ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ രണ്ട് മൊമെന്റുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത്. സോ ആ സെയിം തന്നെയാണ് ഇവിടെ ഡെവലപ്മെന്റ് ലെങ്ത്തിന്റെ 2/3 ഇൻറ്റു ഡെവലപ്മെന്റ് ലെങ്ത് ആണ് ഈ ഒരു സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ട ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ആ ലെങ്ത്തിൽ എത്ര നമ്പർ ഓഫ് ബാർസ് ഇവിടെ കൊടുക്കണമെന്ന് കണ്ടുപിടിക്കണം. സോ ആദ്യം തന്നെ ഡെവലപ്മെന്റ് ലെങ്ത് കണ്ടുപിടിക്കാം. സോ ഈ ഡെവലപ്മെന്റ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ IS 456/2000 ക്ലോസ് 26.2.1 നിന്നാണ് എടുക്കുന്നത്. ദാറ്റ് ഈസ് LD is equal to 5 sigma s divided by 4 tau BD. tau BDയുടെ വാല്യൂ എടുക്കുന്ന ടേബിളാണിത്. FE 415 ആണെങ്കിൽ 60% ഇൻക്രീസ് ചെയ്യണം. സോ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 5യുടെ വാല്യൂ 10 ആണ്. ദെൻ സിഗ്മ എസ് എന്ന് പറയുന്നത് 0.87 FY ആണ്. ദെൻ 4 ഇൻറ്റു 60% ഇൻക്രീസ് ചെയ്യണം. സോ 100 + 60 160 വരും. അതിനെ പെർസെൻറ്റേജിലോട്ട് ആക്കുമ്പോൾ 1.6 ഇൻറ്റു M20 ആണ് എങ്കിൽ അവിടുത്തെ ടോ BDയുടെ വാല്യൂ 1.2 ആണ്. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് LD ഡെവലപ്മെന്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു 470 mm എന്ന് കിട്ടും. ഇനി 2/3 ഇൻറ്റു 470 ചെയ്യുമ്പോൾ 313.33 ആണ് കിട്ടുന്നത്. ഇനി ഈ ഒരു സ്പേസിങ്ങിൽ അല്ലെങ്കിൽ ഈ ഒരു ലെങ്ത്തിൽ എത്ര ബാർസ് അല്ലെങ്കിൽ എത്ര റിംഗ് അവിടെ പ്രൊവൈഡ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് നമ്പർ ഓഫ് റിംഗ്സ് എന്ന് പറയുന്നത് ലെങ്ത് ഡിവൈഡഡ് ബൈ സ്പേസിംഗ് +1 ആണ് അതിൻ്റെ ഇക്വേഷൻ. സോ ലെങ്ത് എന്ന് പറയുന്നത് 2/3 ഇൻറ്റു LD ദാറ്റ് ഈസ് 313.33 ബൈ സ്പേസിംഗ് ഈസ് 240. നമ്മൾ കണ്ടുപിടിച്ച സ്പേസിംഗ് ആണ് +1 ചെയ്യുമ്പോൾ 2.305 ആണ് വരുന്നത്. സോ അതിന് ഫ്രണ്ടോട്ട് റൗണ്ട് ചെയ്യുമ്പോൾ 3 റിംഗ് വേണം പ്രൊവൈഡ് ചെയ്യാൻ. ഇനി ഇങ്ങനെയാണ് സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. അതായത് 3 റിംഗ് 10 mm ഡയമീറ്റർ വരുന്നതാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹെൻസ് പ്രൊവൈഡ് 3 rings of 10 mm diameter at 240 mm സെന്റർ ടു സെന്റർ. അടുത്തത് ഇവിടെ വരുന്ന റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിലിംഗ് ആണ്. സോ റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് സർക്കുലർ സ്ലാബ് ആണ്. സോ അതിന്റെ ഡയ എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. ഇത് ടോപ്പ് വ്യൂ ആണ് കാണിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് പ്ലാൻ. ഇവിടെ ആദ്യം തന്നെ മെഷർ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഈ റെഡ് കളർ കാണിച്ചിട്ടുള്ളതാണ് മെഷർ റീഇൻഫോഴ്സ്മെന്റ്. 2 ഡയറക്ഷനിലും കൊടുക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് 10 mm ഡയമീറ്റർ വരുന്ന 210 mm സെന്റർ ടു സെന്ററിലാണ് കൊടുക്കുന്നത്. പിന്നെ വരുന്ന റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു സർക്കുലർ സ്ലാബിന്റെ എഡ്ജ് പോർഷനിലായിട്ട് 3 റിംഗ് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഡയ 10 mm ആണ്. സ്പേസിംഗ് 240 mm ആണ്. ഈ രീതിയിലാണ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് സർക്കുലർ സ്ലാബിന്റെ റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിലിംഗ് വരുന്നത്. ഇനി ഇവിടുത്തെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് സെക്ഷനാണ്. സോ ഇത് ഒരു സർക്കുലർ സ്ലാബിന്റെ സെക്ഷനിൽ 5 മീറ്റർ ആണ് ഇവിടുത്തെ ഇൻസൈഡ് ഡയമീറ്റർ അല്ലെങ്കിൽ ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത്. ദെൻ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ മെഷ് റീഇൻഫോഴ്സ്മെന്റ് ആണ് ഈ കാണിച്ചിട്ടുള്ള ഈ 2 ബാറും.
സോ ഇവിടെ അതെന്ന് പറയുന്നത് 10 mm ഡയമീറ്റർ ആയിട്ട് 210 mm സെൻറ്റർ ടു സെൻറ്ററിലാണ് വരുന്നത്. ദെൻ അതിൻ്റെ മുകളിലായിട്ട് 3 റിങ് വരുന്നുണ്ട്. അത് സർക്കംഫറൻഷ്യൽ റീൻഫോഴ്സ്മെൻ്റ് ആണ്. അത് 10 mm ഡയമീറ്റർ ആണ്, 3 റിങ് ആണ്. സോ അത് രണ്ട് സൈഡിലും ഇങ്ങനെ കാണാൻ പറ്റും, കാരണം അത് ഫുൾ ഒരു സർക്കംഫറൻഷ്യലാണ് കൊടുക്കുന്നത്. സോ ഇങ്ങനെ ഒരു സെക്ഷൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയും ഒരു റിങ്ങിൻ്റെ പോർഷൻ കാണാൻ പറ്റും, ഈ ഒരു എൻഡിലും ഈ റിങ്ങിൻ്റെ പോർഷൻ ആയിരിക്കും കാണാൻ പറ്റുന്നത്. അതായത് ഇത് സെക്ഷൻ കട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡയറക്ഷണൽ റീൻഫോഴ്സ്മെൻ്റ് ഉണ്ട്, ഈ ഒരു ഡയറക്ഷണൽ റീൻഫോഴ്സ്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫുള്ളും ഒരു റിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഡയറക്ഷനിൽ കൊടുക്കുന്ന ഈ റീൻഫോഴ്സ്മെൻ്റ് ആണ്, മെഷിലെ റീൻഫോഴ്സ്മെൻ്റ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ദെൻ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഡയറക്ഷനിൽ കൊടുക്കുന്ന റീൻഫോഴ്സ്മെൻ്റ് ഉണ്ട്, അതാണ് ഈ റൗണ്ട് ബാറായിട്ട് കാണുന്നത്. ദെൻ അതിൻ്റെ മുകളിലായിട്ടായിരിക്കും സർക്കംഫറൻഷ്യലായിട്ട് വരുന്ന 3 റിങ് കാണാൻ പറ്റുന്നത്. അത് രണ്ട് സൈഡിലും, അതായത് ഈ സൈഡിലും ഈ ഒരു പോർഷനിലും കാണാൻ പറ്റും, അതുപോലെ തന്നെ ഈ സൈഡിലും കാണാൻ പറ്റും. സോ അതാണ് ഈ ഒരു ബ്ലൂ കളർ കാണിച്ചിട്ടുള്ളത്. അതെന്ന് പറയുന്നത് 3 റിങ് ആണ് 10 mm ഡയമീറ്റർ വരുന്നത്. സോ ഇങ്ങനെയാണ് ഒരു സർക്കുലർ സ്ലാബിൻ്റെ സെക്ഷൻ വരുന്നത്. ഇങ്ങനെയാണ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് സർക്കുലർ സ്ലാബ് ഡിസൈൻ ചെയ്യുന്നത്. കഴിഞ്ഞ മൊഡ്യൂളിലേക്ക് അപേക്ഷിച്ച് ഈ ഒരു ക്വസ്റ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീരാവുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ് ഈ സർക്കുലർ സ്ലാബിൻ്റെ ഡിസൈൻ. അപ്പോൾ ഇതാരും സ്കിപ്പ് ചെയ്ത് കളയരുത്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 4 എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട സർക്കുലർ സ്ലാബിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതാണ് മെഷ് റീൻഫോഴ്സ്മെൻറ്റ്. ദെൻ ഈ കാണുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന റിങ്. സെയിം തന്നെ ഒരു ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. ഒരു സൈറ്റിൽ സർക്കുലർ സ്ലാബ് ഡിസൈൻ ചെയ്യുന്ന ഒരു വാട്ടർ ടാങ്കിൻ്റെയൊക്കെ ഒരു ബേസ് രീതിയിൽ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് മെഷ് റീൻഫോഴ്സ്മെൻറ്റ്, ഈ ഡയറക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ എഡ്ജിലായിട്ട് സർക്കുലർ രീതിയിൽ ബാർ കൊടുക്കുന്നുണ്ട്. സോ ഒരു സർക്കുലർ സ്ലാബിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ് ആണ് ഈ കാണിച്ചിട്ടുള്ള രണ്ട് ഫിഗറും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സൈറ്റിൽ എങ്ങനെയാണ് ഈ ഒരു സ്ലാബ് കൺസ്ട്രക്ട് ചെയ്യുന്നതിൽ റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നതെന്ന് ഈ ഒരു ഫിഗറിൽ നിന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലോട്ട് നോക്കാം. A circular slab of 5 meter inside diameter and is fixed at edges. It is located with a live load of 3 kN per meter square. Design the reinforcement for the slab. Sketch the detailing. Assume M20 and FE 450. So ഇവിടുത്തെ ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. പിന്നെ തന്നിട്ടുള്ളത് ഈ സർക്കുലർ സ്ലാബ് എന്ന് പറയുന്നത് ഫിക്സഡ് അറ്റ് എഡ്ജസ് ആണ്. അതായത് അതിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് ഫിക്സഡ് കണ്ടീഷൻ ആണ് തന്നിട്ടുള്ളത്. ആദ്യത്തെ പ്രോബ്ലം സിംപ്ലി സപ്പോർട്ടഡ് എഡ്ജ് കണ്ടീഷൻ ആയിരുന്നു ചെയ്തത്. ഇതിൽ ഫിക്സഡ് എഡ്ജ് ആണ് എങ്കിൽ എങ്ങനെയാണ് ഒരു സർക്കുലർ സ്ലാബ് ഡിസൈൻ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. സോ അതിൽ തന്നെ ഗിവൺ ഡേറ്റാസ് എഴുതാം. ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത് ഇൻസൈഡ് ഡയമീറ്റർ 5 മീറ്റർ ആണ്. സോ ക്ലിയർ സ്പാൻ ഈസ് 5 മീറ്റർ. ലൈവ് ലോഡ് 3 kN per meter square. FCK M20 ആണ്. സോ 20 N per mm square. FY FE 415 ആണ്. സോ 450 N per mm square. ദെൻ ആദ്യം തന്നെ സ്ലാബിൻ്റെ തിക്നെസ് അസ്യൂം ചെയ്ത് കൊടുക്കുക. ഒന്നുകിൽ 120 അല്ലെങ്കിൽ 125 ഒക്കെ അസ്യൂം ചെയ്ത് കൊടുക്കുക. തിക്നെസ് ഓഫ് സ്ലാബ് ഈസ് 120 mm. ദെൻ ആദ്യം തന്നെ ഇവിടുത്തെ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. സെൽഫ് വെയിറ്റ് എന്ന് പറയുന്നത് 25 is the unit weight of concrete into thickness of the slab in meter, that is 0.12 ചെയ്യുമ്പോൾ 3 kN per meter square എന്നാണ് കിട്ടുന്നത്. ഇനി ലൈവ് ലോഡ് എന്ന് പറയുന്നത് 3 kN per meter square ആണ് തന്നിട്ടുള്ളത്. സോ ടോട്ടൽ ലോഡ് ഈസ് 3 + 3 ചെയ്യുമ്പോൾ 6 kN per meter square എന്ന് കിട്ടും. ദെൻ ഇതിനെ ഫാക്ടർ ലോഡാക്കി മാറ്റുക. ഓർ അൾട്ടിമേറ്റ് ലോഡാക്കി മാറ്റാൻ വേണ്ടി പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 9 kN per meter square എന്ന് കിട്ടും. ഞാൻ ഇനി പെർ മീറ്ററിലോട്ട് മാറ്റുക. ദാറ്റ് ഈസ് UDLൻ്റെ ഫോമിലോട്ട് മാറ്റുമ്പോൾ, അതായത് ഈ ലോഡ് എന്ന് പറയുന്നത് പെർ മീറ്റർ സ്ക്വയറിലാണ് കിട്ടിയിട്ടുള്ളത്. അതിനെ പെർ മീറ്ററിലോട്ട് മാറ്റാൻ വേണ്ടി ഇൻറ്റു യൂണിറ്റ് എടുത്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 9 kN per meter എന്ന് കിട്ടി. സോ ഇതാണ് അടുത്തത് വരുന്നത് ഇവിടുത്തെ മൊമെൻറ്റ് കാൽക്കുലേഷൻ. അപ്പോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് മൊമെൻറ്റ് റേഡിയൽ ആൻഡ് സർക്കംഫറൻഷ്യൽ മൊമെൻറ്റ് അറ്റ് ദി സെൻറ്റർ കണ്ടുപിടിക്കണം. അതായത് ഇതാണ് ഫിക്സഡ് കണ്ടീഷൻ്റെ ഡയഗ്രാം. ദാറ്റ് ഈസ് 2 ഫിക്സഡ് ആണ്. ദെൻ ഇതാണ് ലോഡഡ് സ്ലാബ് എന്ന് പറയുന്നത് UDL ആണ് ആക്ട് ചെയ്യുന്നത്. സോ മാക്സിമം റേഡിയൽ മൊമെൻറ്റും അതുപോലെ തന്നെ മാക്സിമം സർക്കംഫറൻഷ്യൽ മൊമെൻറ്റും അറ്റ് ദ സെൻറ്ററിലാണ് ഉണ്ടാവുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/16 × WA², അതൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ദാറ്റ് ഈസ് M θc MRC. സി എന്ന് പറയുന്നത് സെൻറ്റർ എന്നുള്ളതാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പ്ലസ് 1/16 × WA². എ എന്ന് പറയുന്നത് ഈ ഒരു സ്ലാബിൻ്റെ സെൻറ്റർ തൊട്ട് എഡ്ജ് വരെയുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് റേഡിയസ് ഓഫ് ദി സ്ലാബാണ്.
5/2 ചെയ്യുമ്പോൾ 2.5 കിട്ടും. സോ അതായത് ഡയമീറ്റർ 5 ആണ്. സോ 5/2 ചെയ്യുമ്പോഴാണ് റേഡിയസ് കിട്ടുന്നത്. ദെൻ റേഡിയൽ മൊമെൻറ്റും സർക്കംഫറൻഷ്യൽ മൊമെൻറ്റും അറ്റ് സെൻറ്റർ എന്ന് പറയുന്നത് 1/16 ഇൻറ്റു W is 9 ഇൻറ്റു 2.5 സ്ക്വയർ ചെയ്യുമ്പോൾ 3.515 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു ഡയഗ്രത്തിൽ ദ സർക്കംഫറൻഷ്യൽ മൊമെൻറ്റ് അറ്റ് എഡ്ജ് എന്ന് പറയുന്നത് 0 ആണ്. അതായത് ഇവിടുത്തെ വാല്യൂ 0 ആണ്. ദാറ്റ് ഈസ് എം തീറ്റ എഡ്ജ് ഈസ് ഈക്വൽ ടു 0. പിന്നെ വരുന്നത് റേഡിയൽ മൊമെൻറ്റ് അറ്റ് എഡ്ജ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് MRE എന്ന് പറയുന്നത് -2/16 ഇൻറ്റു WA² ആണ്. അതായത് മൈനസ് വാല്യൂ ആണ് വരുന്നത്. ദാറ്റ് ഈസ് -2/16 ഇൻറ്റു WA² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് -7.03 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. സോ ഇതാണ് ഇവിടെ വരുന്ന മൊമെൻറ്റ്. അതായത് സെൻറ്ററിലും മൊമെൻറ്റ് വരുന്നുണ്ട്, റേഡിയൽ മൊമെൻറ്റും ഉണ്ട്, സർക്കംഫറൻഷ്യൽ മൊമെൻറ്റും ഉണ്ട്. അത് രണ്ടും ഈക്വൽ ആണ് വരുന്നത്. പിന്നെ വരുന്നത് എഡ്ജിലായിട്ട് റേഡിയൽ മൊമെൻറ്റ് വരുന്നുണ്ട്, എഡ്ജിൽ നെഗറ്റീവ് മൊമെൻ്റ് ആണ് വരുന്നത്. ദെൻ അടുത്ത സ്റ്റെപ്പിൽ ഇവിടുത്തെ എഫക്റ്റീവ് ഡെപ്ത് ചെക്ക് ചെയ്ത് നോക്കണം. അതായത് നമ്മൾ കൊടുത്ത തിക്നെസ് ഓഫ് ദ സ്ലാബ് ഈ ഒരു മൊമെൻറ്റ് വെച്ചുകൊണ്ട് അവിടെ സേഫ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സോ ബൈ യൂസിങ് ദ ഇക്വേഷൻ MU is equal to 0.36 FCK XU max by D into 1 minus 0.42 XU max by D into BD square. Then XU max by D FU 415 ആണ്. സോ 0.48. MU എടുക്കുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള രണ്ട് മൊമെൻറ്റിൽ ഏതാണോ മാക്സിമം മൊമെൻറ്റ്, സൈൻ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അവിടെ നമ്മൾ എഫക്റ്റീവ് ഡെപ്ത് ആണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. സോ മാക്സിമം മൊമെൻറ്റ് എടുത്തിട്ട് വേണം എഫക്റ്റീവ് ഡെപ്ത് ചെക്ക് ചെയ്ത് നോക്കാൻ. സോ മാക്സിമം മൊമെൻറ്റ് കൺസിഡർ ചെയ്തുകൊണ്ട് അവിടുത്തെ എഫക്റ്റീവ് ഡെപ്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വി ഗെറ്റ് ഡെപ്ത് ഈസ് ഈക്വൽ ടു 50.47 mm എന്നാണ് കിട്ടുന്നത്. നമ്മൾ പ്രൊവൈഡ് ചെയ്തത് കണ്ടുപിടിക്കാൻ വേണ്ടി 10 mm ഡയമീറ്റർ ബാറും 20 mm ക്ലിയർ കവർ അസ്യൂം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡി പ്രൊവൈഡഡ് എന്ന് പറയുന്നത് 120 മൈനസ് ക്ലിയർ കവർ മൈനസ് ഡയമീറ്റർ ഓഫ് ബാർ ബൈ 2 ചെയ്യുമ്പോൾ 95 mm എന്ന് കിട്ടും. സോ നമുക്ക് കിട്ടിയിട്ടുള്ളത് 50.47 ആണ്. അതിൽ കൂടുതൽ എഫക്റ്റീവ് ഡെപ്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കൊടുത്ത തിക്നെസ് ഓഫ് സ്ലാബ് ഇവിടെ സേഫ് ആണ്. അടുത്തത് ഇവിടുത്തെ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യണം. അതിനുവേണ്ടി ആദ്യം തന്നെ പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റിന് കറസ്പോണ്ട് വരുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ആ ഒരു സ്ലാബിൻ്റെ സെൻറ്ററിൽ വരുന്ന റേഡിയൽ മൊമെൻറ്റിനും സർക്കംഫറൻഷ്യൽ മൊമെൻറ്റിനും കറസ്പോണ്ടി വരുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ MU is equal to 0.87 FY AST into D into 1 minus AST FY divided by BD FCK. ഇതിലേക്ക് MU അതായത് പോസിറ്റീവ് ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് 3.515 ആണ്. ആ വാല്യൂ ഇട്ട് കൊടുക്കുക. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് AST റിക്വയർഡ് ഈസ് 104.88 mm² ആണ് കിട്ടുന്നത്. ഇനി ഇവിടുത്തെ മിനിമം ഏരിയ ഓഫ് സ്റ്റീൽ ചെക്ക് ചെയ്ത് നോക്കുക. മിനിമം ഏരിയ എന്ന് പറയുന്നത് 0.12% ഓഫ് ടോട്ടൽ ക്രോസ് സെക്ഷൻ ഏരിയ ചെയ്യുമ്പോൾ 144 കിട്ടുന്നത്. സോ AST റിക്വയർഡ് ചെറുതാണ്. അതുകൊണ്ട് തന്നെ മിനിമം ഏരിയ ഓഫ് സ്റ്റീൽ വേണം മെഷ് റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് കൊടുക്കാൻ. സോ പ്രൊവൈഡ് മിനിമം ഏരിയ ഓഫ് സ്റ്റീൽ ആൻഡ് സ്പേസിങ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 1000 A5 by AST ചെയ്യുമ്പോൾ 545.41 mm എന്നാണ് കിട്ടുന്നത്. അടുത്ത ഇവിടുത്തെ സ്പേസിങ് ചെക്ക് ചെയ്ത് നോക്കുക. ഫസ്റ്റ് കണ്ടീഷൻ 3 times ദ എഫക്റ്റീവ് ഡെപ്ത് 3 into 95 ചെയ്യുമ്പോൾ 285 mm എന്ന് കിട്ടും. ദെൻ സെക്കൻഡ് കണ്ടീഷൻ 300 mm. സോ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് 280 ആണ്. 285 ആണ് ഏറ്റവും മിനിമം വരുന്ന വാല്യൂ. സോ 280 mm വേണം പ്രൊവൈഡ് ചെയ്യാൻ. ദാറ്റ് ഈസ് ലെറ്റ്സ് പ്രൊവൈഡ് 10 mm ഡയമീറ്റർ ബാർസ് അറ്റ് 280 mm സെൻറ്റർ ടു സെൻറ്റർ ഇൻ ദ ഫോം ഓഫ് മെഷ് അറ്റ് ദി ബോട്ടം. അതായത് സർക്കുലർ സ്ലാബിൻ്റെ ബോട്ടത്തിൽ 10 mm ഡയമീറ്റർ വരുന്നത് 280 സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്ങിൽ ഒരു മെഷ് രീതിയിൽ കൊടുക്കുക. അടുത്തത് റീഇൻഫോഴ്സ്മെൻറ്റ് ഫോർ നെഗറ്റീവ് ബെൻഡ് മൊമെൻ്റ് ആണ്. അതായത് സ്ലാബിൻ്റെ എഡ്ജിലായിട്ട് റേഡിയൽ ബെൻഡ് മൊമെൻ്റ് നെഗറ്റീവ് ആണ് വരുന്നത്. സോ അതിന് കറസ്പോണ്ടി വരുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് MU is equal to 0.87 FY AST into D into 1 minus AST FY by BD FCK എന്ന് പറയുന്ന ഇക്വേഷനിലോട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് നെഗറ്റീവ് ബെൻഡ് മൊമെൻറ്റിൻ്റെ വാല്യൂ 7.03 ആണ്. ദെൻ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് AST is equal to 215.05 mm² ആണ് കിട്ടുന്നത്. ദെൻ മിനിമം ഏരിയ സ്റ്റീലായിട്ട് ചെക്ക് ചെയ്യുക. സോ ഈ വാല്യൂ എന്ന് പറയുന്നത് മിനിമം ഏരിയനേക്കാളും കൂടുതലാണ്. സോ ഈ AST റിക്വയർഡ് വേണം പ്രൊവൈഡ് ചെയ്യാൻ. ദെൻ ഇതിന് കറസ്പോണ്ടി വരുന്ന സ്പേസിങ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 365.216 mm എന്നാണ് കിട്ടുന്നത്. ദെൻ സ്പേസിങ്ങിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുക. 3 times എഫക്റ്റീവ് ഡെപ്തും അതുപോലെ തന്നെ 300 mm. സോ ഇവിടെ 285 300 കണ്ടീഷൻ വെച്ച് വരുന്നത്. സോ നമ്മളിവിടെ കൊടുക്കേണ്ടത്
10 mm diameter bars at 280 mm center to center at top in radial direction. അതായത് നമ്മൾ ഈ ഒരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത് സർക്കുലർ സ്ലാബിന്റെ ടോപ്പിലായിട്ടായിരിക്കും കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് റേഡിയൽ ഡയറക്ഷനിലായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ സർക്കുലർ സ്ലാബ് എടുത്തു, റേഡിയൽ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഇവിടെ റീഇൻഫോഴ്സ്മെന്റ് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും കൊടുക്കുന്നത്. ഈ കൊടുക്കുന്ന ബാറിന്റെ ഡയ എന്ന് പറയുന്നത് 10 mm ഡയമീറ്റർ ബാർസും സ്പേസിംഗ് എന്ന് പറയുന്നത്, അതായത് രണ്ട് തമ്മിലുള്ള സ്പേസിംഗ് 280 mm സെന്റർ ടു സെന്ററിലുമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ എഫക്റ്റീവ് ഡെപ്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം നമ്മൾ എടുത്ത എഫക്റ്റീവ് ഡെപ്ത് തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ റേഡിയൽ ഡയറക്ഷനിൽ കൊടുക്കുന്ന ബാറിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, അതായത് ലെങ്ത് ഓഫ് റേഡിയൽ ബാർ എന്ന് പറയുന്നത്, നമ്മൾ ഡയഗ്രാം നോക്കിയപ്പോൾ മനസ്സിലായി. അതായത് ഇവിടെ ഒരു നെഗറ്റീവ് മൊമെന്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അതൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെയാണ് ആ മൊമെന്റ് പോവുള്ളൂ. എന്നിട്ട് ഇവിടെ ഒരു വാല്യൂ 0 ആവുകയാണ്. ദെൻ മാക്സിമം മൊമെന്റ്. സോ ഇങ്ങനെയാണ് ഇവിടെ ഡയഗ്രാം വരുന്നത്. സോ ഈ ഒരു പോയിന്റിനാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സ്ലാബിന്റെ സെന്ററിൽ നിന്ന് a/√3 ഡിസ്റ്റൻസ് മാറിയാണ് ഈ പോയിന്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ റേഡിയൽ ബാർ കൊടുക്കുന്നത് ഈ സർക്കുലർ സ്ലാബിന്റെ എഡ്ജിൽ നിന്ന് ഈ ഒരു പോയിന്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന പോയിന്റ് വരെയാണ് ഈ ഒരു റേഡിയൽ ബാർ കൊടുക്കുന്നത്. ഇനി ആ ഒരു ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് റേഡിയൽ ബാർ എന്ന് പറയുന്നത് a/√3 ആണ്. ദാറ്റ് ഈസ് a ഈസ് 2.5, ദാറ്റ് ഈസ് ഡയമീറ്റർ ഓഫ് ബാർ ബൈ 2/√3 ചെയ്യുമ്പോൾ 1.44 ഫ്രം സെന്റർ എന്ന് പറഞ്ഞു കിട്ടും. അതായത് സെന്ററിൽ നിന്ന് 1.44 മീറ്റർ ഡിസ്റ്റൻസ് മാറിയാണ് കിട്ടുന്നത്. ദെൻ ഓർ ഈ എഡ്ജിൽ നിന്ന്, അതായത് എഡ്ജിൽ നിന്ന് കിട്ടുന്ന ഡിസ്റ്റൻസ് അറിയണമെങ്കിൽ ടോട്ടൽ 2.5 ആണ്. സോ 2.5ൽ നിന്ന് 1.44 കുറയ്ക്കുമ്പോൾ എഡ്ജിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് വരുന്നു എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് 2.5 മൈനസ് 1.44 ചെയ്യുമ്പോൾ 1.05 ഫ്രം എഡ്ജസ് എന്നാണ് കിട്ടുന്നത്. സോ റേഡിയൽ റീഇൻഫോഴ്സ്മെന്റ് ഈസ് പ്രൊവൈഡഡ് വിൽ ബി ദ ഗ്രേറ്റർ ഓഫ് ദ ഫോളോയിങ്. സോ നമുക്കിപ്പോൾ കിട്ടിയത് 1.05 മീറ്റർ ആണ്. പക്ഷേ ഈ കണ്ടീഷനോടെയും നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് എടുക്കുന്നത്. അതായത് അതിൻ്റെ റേഡിയൽ ഡിസ്റ്റൻസിനേക്കാളും കുറച്ചുകൂടിയും എക്സ്ട്രാ ലെങ്ത് ഇവിടെ എടുക്കണം. അതായത് ഈ 3 കണ്ടീഷനുണ്ട്. അതിൻ്റെ താഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ആ ഒരു ഡിസ്റ്റൻസിൻ്റെ കൂടെ എഫക്റ്റീവ് ഡെപ്ത് ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 1.05 പ്ലസ് ഡി, ദാറ്റ് ഈസ് 1050 പ്ലസ് ഡി ചെയ്യുമ്പോൾ വി ഗെറ്റ് 1145 mm. ദെൻ 1050 പ്ലസ് 12 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ബാർ ആഡ് ചെയ്യുമ്പോൾ 1170 mm എന്ന് കിട്ടും. മൂന്നാമത്തത് ഡെവലപ്മെന്റ് ലെങ്ത്. ഇതിൽ ഏതാണോ മാക്സിമം വാല്യൂ അത് വേണം റേഡിയൽ ബാർസിന്റെ ലെങ്ത് ആയിട്ട് കൊടുക്കാൻ. സോ ഹിയർ വി പ്രൊവൈഡ് റേഡിയൽ റീഇൻഫോഴ്സ്മെന്റ് അപ് ടു 1170 ആണ്. അത് കുറച്ച് ഫ്രണ്ടോട്ട് റൗണ്ട് ചെയ്ത് എടുക്കുക. ദാറ്റ് ഈസ് 1200 mm ഫ്രം ദ ഫേസ് ഓഫ് ദി സപ്പോർട്ട്. സപ്പോർട്ടിൽ നിന്ന് 1200 mm ഡിസ്റ്റൻസിൽ വേണം റേഡിയൽ ബാർസ് കൊടുക്കാൻ. ഇനി the code specify that at least 1/3 of the total negative reinforcement at the support shall extend beyond the point of inflation for a distance not less than 1/16 of span. അതായത് നമ്മൾ റേഡിയൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത് റേഡിയൽ ഡയറക്ഷനിലാണ്. അത് നമ്മൾ കൊടുക്കുന്നത് സപ്പോർട്ടിന്റെ എഡ്ജ് തൊട്ട് എവിടെയാണോ പോയിന്റ് ഓഫ് ഇൻഫ്ലേഷൻ, അതായത് പോയിന്റ് ഓഫ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന പോയിന്റ് ആണ്. ആ പോയിന്റിനേക്കാളും കുറച്ച് ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് വേണം കൊടുക്കാൻ എന്ന് പറയുന്നുണ്ട്. ആ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/16 ഓഫ് ദ സ്പാനിനേക്കാളും കുറയാൻ പാടില്ല. അപ്പോൾ ഇവിടെ ടോട്ടൽ റേഡിയൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തതിന് ഓൾട്ടർനേറ്റ് ആയിട്ട് കൊടുക്കുന്ന ബാർസ് അല്ലെങ്കിൽ അതിന്റെ ഹാഫ് ഓഫ് ദി ബാർ നമ്മളിവിടെ പോയിന്റ് ഓഫ് ഇൻഫ്ലേഷന്റെ പോയിന്റിൽ നിന്നും കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. ആ ലെങ്ത് എന്ന് പറയുന്നത് 1/16 ഓഫ് ദ സ്പാൻ ആണ്. ദാറ്റ് ഈസ് 1/16 into 5000 ചെയ്യുമ്പോൾ 312.5 mm എന്നാണ് കിട്ടുന്നത്. സോ ഹെൻസ് പ്രൊവൈഡ് ഓൾട്ടർനേറ്റ് റേഡിയൽ ബാർസ് ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 1050 പ്ലസ് 312.5 ചെയ്യുമ്പോൾ 1362.5 mm എന്നാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് 1400 mm ഫ്രം ദ ഫേസ് ഓഫ് ദി സപ്പോർട്ട്. അതായത് ഇതാണ് നമ്മുടെ സ്ലാബ് എങ്കിൽ ഈ റേഡിയൽ ഡയറക്ഷനിലാണ് നെഗറ്റീവ് മൊമെന്റിന് കറസ്പോണ്ടിങ് വരുന്ന റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. ദെൻ ഈ കൊടുക്കുന്നതിൽ ഒരു ബാർ 1200 mm ഫ്രം ദ ഫേസ് ഓഫ് ദി സപ്പോർട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ബാർ നമ്മൾ കൊടുക്കുന്നത് 1400 mm ലെങ്ത്തിലായിരിക്കും. അതായത് ഈ ഒരു എവിടെയാണോ മൊമെന്റ് ചേഞ്ച് ചെയ്യുന്ന പോയിന്റിനേക്കാളും കുറച്ചുകൂടി നീക്കി വേണം ആ ഒരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാൻ. ഇങ്ങനെയാണ്
റേഡിയൽ റീൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. റേഡിയൽ റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് എഡ്ജിൽ വരുന്ന നെഗറ്റീവ് മൊമെന്റിന് കറസ്പോണ്ടിങ് വരുന്നതാണ് റേഡിയൽ ആയിട്ട് റീൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ പ്രൊവൈഡ് റേഡിയൽ ബാർസ് 10 mm ഡയമീറ്റർ അറ്റ് 280 mm സെന്റർ ടു സെന്റർ. അത് കൊടുക്കുന്നത് അറ്റ് ടോപ്പിലായിരിക്കും. ദെൻ സർക്കംഫറൻഷ്യൽ റീൻഫോഴ്സ്മെന്റ് അറ്റ് എഡ്ജ്. എഡ്ജിൽ സർക്കംഫറൻഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ റിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ മെഷ് റീൻഫോഴ്സ്മെന്റിനെ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മളിവിടെ ഡിസ്ട്രിബ്യൂഷൻ റീൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷന് കറസ്പോണ്ടി വരുന്ന ഏരിയ എടുത്തുകൊണ്ടാണ് ഇവിടുത്തെ സർക്കംഫറൻഷ്യൽ റീൻഫോഴ്സ്മെന്റ് അഥവാ റിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ഡിസ്ട്രിബ്യൂഷൻ റീൻഫോഴ്സ്മെന്റ് ഇൻ ദ ഫോം ഓഫ് റിങ്. AST minimum is 144 mm square. 8 mm diameter bars assume ചെയ്യുക. സ്പേസിംഗ് ഈസ് 1000 A5 by AST ചെയ്യുമ്പോൾ 545.41 എന്നാണ് കിട്ടുന്നത്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ റീൻഫോഴ്സ്മെന്റിന്റെ സ്പേസിംഗ് ചെക്ക് ചെയ്യുക. ദാറ്റ് ഈസ് 5 times the effective depth 475 mm എന്നും 450 mm എന്നാണ് സെക്കൻഡ് കണ്ടീഷൻ. അതായത് സ്പേസിംഗ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 475 mm ആൻഡ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 450. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത് 545 ആണ്. സോ ഇതിൽ ഏറ്റവും മിനിമം വരുന്നത് 450 ആണ്. ഹെൻസ് വി പ്രൊവൈഡ് 8 mm ഡയമീറ്റർ ബാർ അസ് ഇൻ സർക്കംഫറൻഷ്യൽ ഡയറക്ഷൻ 450 mm സെന്റർ ടു സെന്റർ ലാണ് കൊടുക്കുന്നത്. ഇനി ഈ എത്ര റിങ് കൊടുക്കണമെന്ന് കണ്ടുപിടിക്കണം. സോ അതിനുവേണ്ടി സർക്കംഫറൻഷ്യൽ റീൻഫോഴ്സ്മെന്റ് ഈസ് ആൻ ആങ്കറേജ് റീൻഫോഴ്സ്മെന്റ് ഫോർ എ ലെങ്ത് LD is equal to, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫിക്സഡ് എഡ്ജിൽ സപ്പോർട്ടിൽ സർക്കംഫറൻഷ്യൽ മൊമെന്റ് 0 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ആ ഒരു റിങ്ങിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ റിങ് കൊടുക്കേണ്ട എത്ര പോർഷനിലാണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് ലെങ്ത് ആണ് ഇവിടെ വരുന്നത്. സോ വി ഗെറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു 470 ആണ് ഡെവലപ്മെന്റ് ലെങ്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് റിംഗ് എന്ന് പറയുന്നത് LD ബൈ സ്പേസിംഗ് പ്ലസ് 1 ആണ്. LD ഈസ് 470 ബൈ സ്പേസിംഗ് ഈസ് 450 പ്ലസ് 1 ചെയ്യുമ്പോൾ 2.04 കിട്ടും. ദാറ്റ് ഈസ് 3 റിംഗ് വേണം ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ. ഇത്രയാണ് ഫിക്സഡ് എഡ്ജ് ആണെങ്കിൽ വരുന്ന കണ്ടീഷൻ. ഇനി ഇവിടുത്തെ റീൻഫോഴ്സ്മെന്റ് ഡീറ്റെയിലിംഗ് വരയ്ക്കണം. സോ അതിനുവേണ്ടി ആദ്യം ബോട്ടം റീൻഫോഴ്സ്മെന്റിന്റെ പ്ലാൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. സോ ഇതാണ് ഇവിടെ വരുന്ന മെഷ് റീൻഫോഴ്സ്മെന്റ്. 5 മീറ്റർ ആണ് ഡയമീറ്റർ തന്നിട്ടുള്ളത്. ദെൻ ഈ മെഷിന്റെ ഡീറ്റെയിലിംഗ് 10 mm ഡയമീറ്റർ ആണ്. 280 mm സെന്റർ ടു സെന്ററിലാണ് വരുന്നത്. ദെൻ ഇവിടെ 3 റിംഗ് ആണ് വരുന്നത്. 3 റിംഗ് എന്ന് പറയുന്നത് 8 mm ഡയമീറ്റർ വരുന്നതാണ്. ഇനി അടുത്തത് ടോപ്പ് റീൻഫോഴ്സ്മെന്റിന്റെ ഡീറ്റെയിലിംഗ് ആണ്. ദാറ്റ് ഈസ് പ്ലാൻ ഓഫ് ടോപ്പ് റീൻഫോഴ്സ്മെന്റ്. ഇവിടെ ഈ കൊടുത്തിരിക്കുന്നതാണ് റേഡിയൽ റീൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഈ കൊടുത്തിരിക്കുന്നത് ഇത് ഓൾട്ടർനേറ്റ് ബാർസ്. ഒരു ബാർ 1200 mm ആണെങ്കിൽ അടുത്ത ബാർ നമ്മൾ കൊടുക്കുന്നത് 1400 mm ലെങ്ത്തിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടെ റേഡിയൽ റീൻഫോഴ്സ്മെന്റ് വരുന്നത്. ഈ ഒരു യെല്ലോ റീജിയനിൽ കാണിച്ചിട്ടുള്ളതാണ് റേഡിയൽ റീൻഫോഴ്സ്മെന്റ്. അത് 10 mm ഡയമീറ്റർ അറ്റ് 280 mm സെന്റർ ടു സെന്റർ ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇവിടെ റിംഗ് വരുന്നത് 3 നമ്പർ ഉണ്ട്, 8 mm ഡയമീറ്റർ ഉണ്ട്. സോ ഇങ്ങനെയാണ് ടോപ്പ് റീൻഫോഴ്സ്മെന്റ് വരുന്നത്. സോ ടോപ്പിലായിരിക്കും റേഡിയൽ റീൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ സെക്ഷൻ നോക്കുക. സെക്ഷൻ ഇതാണ് സ്ലാബിന്റെ ക്രോസ് സെക്ഷൻ. ഇതിൽ 5 മീറ്റർ ആണ് അതിന്റെ ക്ലിയർ സ്പാൻ. ദെൻ ഇതാണ് ഇവിടെ വരുന്ന മെഷ് റീൻഫോഴ്സ്മെന്റ്. ആദ്യം 2 ഡയറക്ഷനിലും ഇടുന്നുണ്ട്. സോ ഇതെന്ന് പറയുന്നത് 10 mm ഡയമീറ്റർ ആയിട്ട് 280 mm സെന്റർ ടു സെന്ററിലാണ് വരുന്നത്. 2 ഡയറക്ഷനും സെയിം ആണ് വരുന്നത്. അടുത്തത് ഇവിടെ നമ്മൾ ഇതിന്റെ ടോപ്പിലായിട്ട് 3 റിംഗ് കൊടുത്തിട്ടുണ്ട്. 8 mm ഡയമീറ്റർ വരുന്നത്. സെക്ഷൻ നോക്കുമ്പോൾ ഈ ടോപ്പിലായിട്ടായിരിക്കും റേഡിയൽ റീൻഫോഴ്സ്മെന്റ് നമ്മൾ കൊടുക്കുന്നത്. സോ ഈ യെല്ലോ റീജിയൻ കാണിച്ചിട്ടുള്ളതാണ് റേഡിയൽ റീൻഫോഴ്സ്മെന്റ്. അതിന്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് 10 mm ഡയമീറ്റർ ആയിട്ട് 280 mm സെന്റർ ടു സെന്ററിലാണ് അത് നമ്മൾ കൊടുക്കുന്നത്. ഇത്രയാണ് ഇതിന്റെ സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് സ്ലാബ് പാർഷ്യലി ഫിക്സഡ് അറ്റ് എഡ്ജസ് ആണ്. അപ്പോൾ 3 എഡ്ജ് കണ്ടീഷൻ ആണ് സർക്കുലർ സ്ലാബിലുള്ളത്. ആദ്യത്തെ കണ്ടീഷൻ സിംപ്ലി സപ്പോർട്ടഡ്, ദെൻ ഫിക്സഡ് അറ്റ് എഡ്ജസ് അല്ലെങ്കിൽ ഫുള്ളി റീസ്ട്രെയിൻഡ് സ്ലാബ് എന്ന് പറയും. മൂന്നാമത്തേതാണ് സ്ലാബ് പാർഷ്യലി ഫിക്സഡ് അറ്റ് എഡ്ജസ്. ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 2 പ്രോബ്ലത്തിൻ്റെ ഫുൾ ഡിസൈൻ ആണ് ഇവിടെ ചെയ്യേണ്ടത്. അതായത് ഇവിടെ നമ്മൾ എടുക്കേണ്ട ആ ഒരു റേഡിയൽ മൊമെന്റിന്റെ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ എന്ന് പറയുന്നത് R = A/√2/3 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ എടുക്കേണ്ട ഇക്വേഷൻ ആണ് ഇത്. ദാറ്റ് ഈസ് റേഡിയൽ മൊമെന്റ് അറ്റ് സെന്റർ അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ മൊമെന്റ് അറ്റ് സെന്റർ എന്ന് പറയുന്ന ഇക്വേഷൻ 2/16 WA² ആണ്. സോ ഈ ഒരു പോസിറ്റീവ് മൊമെന്റിന് കറസ്പോണ്ടിങ് വേണം ഇവിടെ മെഷ് റീൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യാൻ. അതുപോലെ തന്നെ എഡ്ജിൽ വരുന്ന റേഡിയൽ മൊമെന്റ് ആണ് -1/16 WA².
സോ ഈ ഒരു നെഗറ്റീവ് മൊമെന്റിന് കറസ്പോണ്ടിങ് വേണം ഇവിടെ റേഡിയൽ റീൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യാൻ. പിന്നെ വരുന്നത് ഇവിടെ അഡീഷണൽ ആയിട്ട് എഡ്ജിൽ സർക്കംഫറൻഷ്യൽ മൊമെന്റ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് എഡ്ജിൽ സർക്കംഫറൻഷ്യൽ മൊമെന്റ് വരുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ 1/16 × W² ആണ്. സോ ഈ ഒരു മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണം ഇവിടെ റിങ് ഡിസൈൻ ചെയ്യാൻ. ദ സർക്കംഫറൻഷ്യൽ റീൻഫോഴ്സ്മെന്റ് ഇൻ ദ ഫോം ഓഫ് റിങ്. സോ ആ ലെങ്ത് ഓഫ് റിങ് നമ്മളിവിടെ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു റിങ് കൊടുക്കേണ്ട ആ ഒരു ലെങ്ത് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടത് 1/2 ടൈംസ് ഓഫ് LD ആണ്. കാരണം ഈ 1/2 വരാനുള്ള കാരണം സെൻറ്ററിലെ മൊമെന്റ് എന്ന് പറയുന്നത് 2/16 ആണ്. അത് എഡ്ജിലോട്ട് വരുമ്പോൾ 1/16 വരും. സോ ഇവ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1/2 ആണ്. സോ അതുകൊണ്ടാണ് ഇവിടെ 1/2 ഓഫ് LD വന്നിട്ടുള്ളത്. സോ ഈ രീതിയിൽ വേണം പാർഷ്യലി ഫിക്സഡ് എന്ന് പറയുന്ന കണ്ടീഷനിൽ ചെയ്യാൻ. അതായത് ഇവിടെ ആദ്യം ഈ മൊമെന്റ് എല്ലാം കണ്ടുപിടിക്കണം. എന്നിട്ട് ഇവിടെ കിട്ടിയ ഈ പോസിറ്റീവ് മൊമെന്റിന് കറസ്പോണ്ടിങ് വരുന്ന മെഷ് റീൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യണം. ദെൻ ഈ നെഗറ്റീവ് മൊമെന്റിന് കറസ്പോണ്ടിങ് വരുന്ന റേഡിയൽ റീൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യണം. ഇനി ഇവിടെ നമ്മൾ സർക്കംഫറൻഷ്യൽ റീൻഫോഴ്സ്മെന്റിന്, അതായത് ഈ ഒരു സർക്കംഫറൻഷ്യൽ മൊമെന്റിന് കറസ്പോണ്ടിങ് വേണം റിങ് ഡിസൈൻ ചെയ്യാൻ. പിന്നെ ഇവിടെ ആ ഒരു പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ വരുന്ന പോയിന്റ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ A√2/3 ആണ്. ദെൻ റിങ് കൊടുക്കേണ്ട ലെങ്ത് കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ 1/2 LD ആണ്. അപ്പോൾ ഇത്രയും വ്യത്യാസമാണ് ഫിക്സഡ് അറ്റ് എഡ്ജസും പാർഷ്യലി ഫിക്സഡ് അറ്റ് എഡ്ജസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് സർക്കുലർ സ്ലാബ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ 3 എഡ്ജ് കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തേതെന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് എഡ്ജസ് ആണ്. ദാറ്റ് ഈസ് സർക്കുലർ സ്ലാബിൻ്റെ 2 എഡ്ജും സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ അവിടെ സെൻട്രലായിട്ട് സർക്കംഫറൻഷ്യൽ മൊമെന്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റേഡിയൽ മൊമെന്റും വരുന്നുണ്ട്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ നമ്മൾ മെഷ് റീൻഫോഴ്സ്മെന്റ് ആദ്യം ഡിസൈൻ ചെയ്തു. ദെൻ പിന്നെ സിംപ്ലി സപ്പോർട്ടഡ് സ്ലാബിന്റെ കേസിൽ ആ ഒരു സ്ലാബിന്റെ എഡ്ജിലായിട്ട് സർക്കംഫറൻഷ്യൽ മൊമെന്റ് വരുന്നുണ്ട്. സോ ആ ഒരു മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ റിങ് ഡിസൈൻ ചെയ്തു. ഇതായിരുന്നു സിംപ്ലി സപ്പോർട്ടഡ് സർക്കുലർ സ്ലാബിന്റെ കേസിൽ ചെയ്യുന്നത്. കേസ് ഓഫ് ഫിക്സഡ് സർക്കുലർ സ്ലാബിന്റെ കേസിൽ അവിടെ വരുന്നത് സെൻറ്ററിലായിട്ട് റേഡിയൽ മൊമെന്റും അതുപോലെ തന്നെ സർക്കംഫറൻഷ്യൽ മൊമെന്റും ഉണ്ടായിരുന്നു. ദെൻ ഇവിടെ എഡ്ജിലായിട്ട് സർക്കംഫറൻഷ്യൽ മൊമെന്റിന്റെ വാല്യൂ 0 ആയിരുന്നു, പക്ഷെ റേഡിയൽ മൊമെന്റ് ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു സെൻറ്ററിൽ വരുന്ന മൊമെന്റ് അനുസരിച്ച് മെഷ് റീൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യുന്നു. ദെൻ എഡ്ജിൽ വരുന്ന മൊമെന്റ് അനുസരിച്ചിട്ട് അവിടെ നെഗറ്റീവ് മൊമെന്റ് ആണ് വരുന്നത്, അതുകൊണ്ട് റേഡിയൽ ഡയറക്ഷനിൽ വരുന്ന റീൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യുന്നു. ദെൻ സർക്കംഫറൻഷ്യൽ മൊമെന്റ് എഡ്ജിൽ 0 ആണ്, അതുകൊണ്ട് തന്നെ അവിടെ റിങ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഡിസ്ട്രിബ്യൂഷൻ റീൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീലാണ് പ്രൊവൈഡ് ചെയ്തത്. ദാറ്റ് ഈസ് AST മിനിമം യൂസ് ചെയ്തുകൊണ്ട് വേണം കണ്ടുപിടിക്കാൻ. ഇനി പാർഷ്യലി ഫിക്സഡ് കണ്ടീഷനിൽ സെൻറ്ററിൽ മാക്സിമം മൊമെന്റ് വരുന്നുണ്ട്, എഡ്ജിൽ റേഡിയൽ മൊമെന്റും വരുന്നുണ്ട്, അതുപോലെ തന്നെ സർക്കംഫറൻഷ്യൽ മൊമെന്റും വരുന്നുണ്ട്. അവിടെ മെഷ് റീൻഫോഴ്സ്മെന്റും ഉണ്ട്, റേഡിയൽ റീൻഫോഴ്സ്മെന്റും ഉണ്ട്, റിങ് ഉണ്ട്. റിങ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് എഡ്ജിൽ വരുന്ന സർക്കംഫറൻഷ്യൽ മൊമെന്റ് അനുസരിച്ചിട്ടായിരിക്കും. ഈ ഒരു രീതിക്കാണ് സർക്കുലർ സ്ലാബ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് മെയിനായിട്ടും ഈ 3 കണ്ടീഷനിൽ വരുന്ന ഇക്വേഷൻസ് പഠിച്ചിരിക്കണം. അത് തിയറി ഓഫ് ഇലാസ്റ്റിസിറ്റി വെച്ച് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ 3 ഇക്വേഷൻസ് അറിയാമെങ്കിൽ ബാലൻസ് കാൽക്കുലേഷൻ ചെയ്യാൻ എളുപ്പമാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഈ ഒരു മൊഡ്യൂളിൽ ഡോം എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് വരുന്നത്, അത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോടും കൂടി ഷെയർ ചെയ്തേക്കുക. അതുപോലെ തന്നെ ഇനി വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ ഡോമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. So thank you for watching this video.